യൂണിറ്റ് 10. അപ്പൊ ഏകദേശം ഖുർആന്റെ 37% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 11 സൂറ മാഊനും പിന്നെ കർത്താവ്, കർമ്മം, ക്രിയാദാതു എന്നിവയുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സൂറ മാഊൻ നമ്മൾ ഇന്ന് പഠിക്കുന്നതോടെ ഏകദേശം ഖുർആനിലെ 7 പേജാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഖുർആനിൽ 1093 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ള പദങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്ക് സൂറ മാഊൻ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നമുക്ക് അതിന്റെ പദാനുപദ അർത്ഥങ്ങളിലേക്ക് നോക്കാം. അറഅയ്ത, അറഅയ്ത നീ കണ്ടുവോ. ഈ അറഅയ്ത എന്നുള്ളത് അതില് 2 പദസമുച്ചയങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുക. അ എന്ന് വെച്ചാൽ ആണോ ഉണ്ടോ. ആ എന്നാൽ ആണോ ഉണ്ടോ എന്നാണ് അർത്ഥം വരുന്നത്. റഅയ്ത നീ കണ്ടു. റഅയ്ത നീ കണ്ടു എന്നുള്ള പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫഅൽത നീ പ്രവർത്തിച്ചു, ഫതഹത നീ തുറന്നു എന്ന് പറഞ്ഞ പോലെ റഅയ്ത നീ കണ്ടു. ഇനി ഇതുപോലെ ഏത് പദം വന്നാലും നമുക്ക് ഈ രൂപത്തിലുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് കഴിയും. ഫഅൽത, ജഅൽത, ഫതഹത എന്ന് പറഞ്ഞ പോലെ റഅയ്ത നീ കണ്ടു. അറഅയ്ത നീ കണ്ടുവോ. അല്ലസീ യുകസ്സിബു കളവാക്കുന്നവനെ. അല്ലസീ എന്ന് വെച്ചാൽ എന്താണ്, ഒരുവൻ. യുകസ്സിബു അവൻ കളവാക്കുന്നു. അല്ലസീ യുകസ്സിബു കളവാക്കുന്നവനെ. ബിദ്ദീൻ പ്രതിഫല നടപടിയെ. ബിദ്ദീൻ പ്രതിഫല നടപടിയെ. ബി എന്നാൽ കൊണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാലിക് യൗമിദ്ദീൻ, എന്താണ്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പഠിച്ചിട്ടല്ലേ. അതുപോലെ ബിദ്ദീൻ, ദീൻ എന്ന് വെച്ചാൽ പ്രതിഫലം എന്നും അതിന് അർത്ഥം. അപ്പൊ ബിദ്ദീൻ എന്നാൽ പ്രതിഫല നടപടിയെ. അടുത്തത് ഫദാലിക. ഫ എന്നാൽ അങ്ങനെ, അപ്പോൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഫദാലിക അത്. ദാലിക എന്ന് വെച്ചാൽ അത് എന്നാണ് അർത്ഥം. ഇത് എന്നതിന് അറബിയിൽ ഹാദ എന്നാണ് പറയുക. ഹാദ ഇത്, ദാലിക അത്. ഹാദ ഇത്, ദാലിക അത്. ഫദാലിക അത്. അല്ലസി ഒരുവനാണ്. യദോ അവൻ ആട്ടിയകറ്റുന്നു. അല്ലസി യദോ ആട്ടിയകറ്റുന്നവനാണ്. യദോ എന്ന് വെച്ചാൽ ആട്ടിയകറ്റുന്നു. അല്ലസി യദോ ആട്ടിയകറ്റുന്നവൻ. അൽ യതീം അനാഥയെ. യതീം എന്നാണ് അർത്ഥം, അനാഥൻ. അൽ യതീം അനാഥയെ ആട്ടിയകറ്റുന്നവനാണ്. വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. വ എന്നാൽ ല ഇല്ല, യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നു. വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. ആലാ ത്വാമി ഭക്ഷണത്തിന്മേൽ എന്നാണ്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയുക. ആഹാരം നൽകാൻ, ഭക്ഷണം നൽകാൻ എന്നാണ് അർത്ഥം. അലാ ത്വാമി ആഹാരം നൽകാൻ. അൽ മിസ്കീനി അഗതിയുടെ. ത്വാം എന്നാൽ ആഹാരം. മിസ്കീൻ എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് മസാക്കീൻ. ഇവിടെ ത്വാമിൽ മിസ്കീൻ എന്ന് വെച്ചാൽ അഗതിയുടെ ആഹാരം. നമ്മൾ റബ്ബുൽ ഫലക്ക് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പ്രഭാതത്തിന്റെ റബ്ബ് എന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ. അതുപോലെ ത്വാമിൽ മിസ്കീൻ എന്ന് വെച്ചാല് അഗതിയുടെ ആഹാരം. വലാ യഹുല്ലു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അലാ ത്വാം ആഹാരം നൽകാൻ. അൽ മിസ്കീനി അഗതിയുടെ. ഫവൈലുൻ അതിനാൽ നാശം. ഫ എന്നാൽ അതിനാൽ, അപ്പോൾ, അങ്ങനെ എന്നൊക്കെയാണ് അർത്ഥം. വൈലുൻ നാശം. ഫവൈലുൻ ഇവിടെ ഫ എന്ന വാക്കിന് അതിനാൽ എന്നർത്ഥം. ഫവൈലുൻ അതിനാൽ നാശം. ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക്. ലി നമുക്കറിയാം ന് വേണ്ടി എന്നർത്ഥമാണ്. ലി മുസല്ലീൻ
നമസ്കാരക്കാർക്ക്. ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക്. മുസല്ലീൻ എന്ന് വെച്ചാൽ നമസ്കരിക്കുന്നവർ. മുസല്ലീൻ നമസ്കരിക്കുന്നവർ. ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക്. ഫവൈലുൻ അതിനാൽ നാശം. ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക്. അല്ലദീന ഒരു കൂട്ടർ. ഹും അവർ. അൻ സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച്. അൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്വലാത്തിഹിം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള രൂപമാണ്. റബ്ബുഹു അവന്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ് എന്ന് പറയുന്ന പോലെ സ്വലാത്തുഹു സ്വലാത്തിഹിം സ്വലാത്തുഹും എന്ന് വെച്ചാലും അവരുടെ നമസ്കാരമാണ്. സ്വലാത്തിഹിം അവരുടെ നമസ്കാരം, സ്വലാത്തുഹും അവരുടെ നമസ്കാരം. സ്വലാത്തുൻ എന്ന് വെച്ചാൽ നമസ്കാരം എന്നാണ് അർത്ഥം. അൻ സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച്. സാഹൂൻ അവർ അശ്രദ്ധരാണ്. സാഹൂൻ അശ്രദ്ധരാണ്. സാഹിൻ എന്ന പദത്തിന്റെ ബഹുവചന രൂപമാണ് സാഹൂൻ. സാഹൂൻ എന്നാൽ അശ്രദ്ധർ. അപ്പൊ അല്ലദീനഹും അവരൊരു കൂട്ടരാണ്. അൻ സ്വലാത്തിഹിം സാഹൂൻ തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായവരാണ് ആയവരാണ് അവർ. അല്ലദീന ഒരു കൂട്ടർ. ഹും അവർ. അല്ലദീ നമുക്കറിയാം ഒരുവനാണ്. അല്ലദീന ഒരു കൂട്ടർ. ഹും അവർ. യുറാഊൻ അവർ കാണിക്കുന്നു. യുറാഊൻ അവർ കാണിക്കുന്നു. വയംനഊന അവർ തടയുകയും ചെയ്യുന്നു. വ എന്ന് വെച്ചാൽ എന്നാണ്. യംനഊന തടയുന്നവർ എന്നാണ്. വയംനഊന അവർ തടയുകയും ചെയ്യുന്നു. അൽ മാഊൻ മാഊൻ എന്ന് വെച്ചാൽ നിസ്സാര ഉപകാരങ്ങൾ എന്നർത്ഥം. അൽ മാഊൻ നിസ്സാരമായ സഹായങ്ങളാണ് അവര് തടയുന്നത്. മാഊൻ നിസ്സാര ഉപകാരങ്ങൾ. ഇവിടെ ഈ പദം പ്രത്യേകം നോക്കുക. യുറാഊൻ അവർ കാണിക്കുന്നു. മാഊൻ നിസ്സാരോപകാരങ്ങൾ. ഇനി നമ്മള് പുതുതായി പഠിക്കാൻ പോകുന്ന കർത്താവ് കർമ്മം ക്രിയാധാതുവിന്റെ രൂപമാണ് പറയുന്നത്. നമ്മള് മുമ്പ് പഠിച്ചിരുന്നത് ഫാലയുടെ രൂപം നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്? ഫാല പഠിച്ചു. ഫാല, ഫാല, ഫാലു, ഫാൽത്ത, ഫാൽത്തും, ഫാൽത്തു, ഫാൽന, യഫലു, യഫലൂന, തഫലു, തഫലൂന, അഫലു, നഫലു എന്നീ രൂപങ്ങളും, അതായത് പൂർണ്ണക്രിയാരൂപങ്ങളും അപൂർണക്രിയാരൂപങ്ങളും. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് കൽപ്പനക്രിയാരൂപങ്ങളും വിരോധക്രിയാരൂപങ്ങളാണ്. കൽപ്പന ക്രിയ എങ്ങനെയായിരുന്നു? ഇഫൽ നീ തുറക്കൂ, ഇഫലു നിങ്ങൾ തുറക്കൂ. പിന്നെ ലാ തഫൽ നീ തുറക്കരുത്, ലാ തഫലു നിങ്ങൾ തുറക്കരുത് അല്ലെ. ഈ രൂപങ്ങളാണ് പഠിച്ചത്. ഇനി ഇതില് വരുന്ന കർത്താവ് കർമ്മം ക്രിയാധാതു എങ്ങനെയാ പറഞ്ഞു നോക്കുക. ഫായിലുൻ, ഫായിലുൻ പ്രവർത്തിക്കുന്നവൻ. ഫായിലുൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു പണി ചെയ്യുന്ന ആള്, ഒരു വർക്ക് ചെയ്യുന്ന ആള്, കൊടുക്കുന്ന ആളുടെ രൂപത്തിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഫായിലുൻ, ഫായിലുൻ പ്രവർത്തിക്കുന്നവൻ, അല്ലെങ്കിൽ അതിന്റെ കർത്താവിന്റെ രൂപം അതാണ്. പിന്നെ മഫൂലുൻ ആ പ്രവൃത്തി വാങ്ങുന്ന ആള്, പ്രവൃത്തി ഏൽക്കുന്ന ആള്, അതാണ് അതിന്റെ കർമ്മം. മഫൂലുൻ പ്രവർത്തിക്കപ്പെട്ടത്, പ്രവർത്തിക്കപ്പെട്ടവൻ എന്ന് പറയും. അതുപോലെ ഫിയാലുൻ, ഫിയലുൻ എന്ന് വെച്ചാൽ പ്രവൃത്തി. ഫിയലുൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലൈക്കിന്റെ തമ്പ് കൊടുക്കുക, അതായത് പ്രവൃത്തിക്ക് നമുക്കൊരു ലൈക്കിന്റെ തമ്പ് കൊടുക്കുക. ഫിയാലുൻ പ്രവൃത്തി. ഫായിലുൻ, മഫൂലുൻ, ഫിയാലുൻ. ഫായിലുൻ എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നവൻ, മഫൂലുൻ എന്ന് വെച്ചാൽ ആ പ്രവൃത്തി ഏറ്റുവാങ്ങുന്നവൻ, ഫിയാലുൻ എന്ന് വെച്ചാൽ പ്രവൃത്തി. അപ്പോ ഈ കർത്താവ് കർമ്മം ക്രിയാധാതുവിന്റെ രൂപം നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പവഴി വെച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫായിലുൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാല് പ്രവർത്തിക്കുന്ന ആള്. മുസ്ലിങ്ങളായിരുന്നു സമൂഹത്തില് എല്ലാ തരത്തിലുള്ള സംഭാവനകളും നൽകിയിരുന്നവര്. അവര് സാമ്പത്തികമായിട്ടായാലും സാംസ്കാരികമായിട്ടായാലും വിജ്ഞാനപരമായിട്ടായാലും സമൂഹത്തിൽ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിരുന്നവരായിരുന്നു, പിന്നെ സംഭാവന നൽകിയിരുന്നവരായിരുന്നത് കൊണ്ട് ഫായിലുൻ എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്നവർ. നമ്മൾ ഈ രൂപത്തിലാണ് പഠിക്കുന്നത്. ഫായിലുൻ. മഫൂലുൻ വാങ്ങിക്കുന്ന പോലുള്ള ഒരു ഷേപ്പാണ് നമ്മൾ കാണിക്കുന്നത്, വാങ്ങിക്കുന്നത്. അതായത് നമ്മള് ഇത് ഓർത്തു വെക്കുക. മുസ്ലിങ്ങൾ അതപ്പതിച്ചപ്പോൾ, ഖുർആൻ ഒരു കൈവടിഞ്ഞപ്പോൾ അവർക്ക് എന്താണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ഇരുന്ന് വാങ്ങുന്നവരുമായി തീർന്നു. അപ്പൊ മഫൂലുൻ വാങ്ങിക്കപ്പെടുന്ന ആള്, മഫൂലുൻ വാങ്ങിക്കപ്പെടുന്ന ആള്. പിന്നെ അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ത് വേണം? കൂടുതലായിട്ട് നമ്മള്
ഖുർആൻ പഠിക്കുകയും അതിനനുസരിച്ച് മുസ്ലിമിനോട് കൽപ്പിച്ച ബാധ്യതകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യണം? സമൂഹത്തിൽ കൂടുതൽ പ്രവർത്തിക്കണം. ഫിയോലുൻ പ്രവൃത്തി, ഫിയോലുൻ പ്രവൃത്തി. എന്നിട്ട് പറയാം ഫായിലുൻ, മഫൂലുൻ, ഫിയോലുൻ. ഫായിലുൻ പ്രവർത്തിക്കുന്നവൻ, കർത്താവ് അതാണ്. മഫൂലുൻ പ്രവർത്തിക്കപ്പെടുന്നത് അതാണ് കർമ്മം. ഫിയോലുൻ പ്രവൃത്തി അതാണ് ക്രിയാധാതു. അപ്പോ നമ്മൾ ആ പഠിച്ച രൂപത്തില് ഇതിന് നമുക്ക് മുമ്പ് വന്നിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് ഫത്തഹ, ജാല ഇതൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ. ഫത്തഹനെ നമുക്ക് എന്ത് പറയാം? ഫത്തഹ നമ്മൾ പറഞ്ഞു. ഫത്തഹ എന്താണ്? അവൻ തുറന്നു. നമ്മൾ പഠിച്ചേക്കുന്നത് ഫത്തഹ അവൻ തുറന്നു. അപ്പൊ അതിന്റെ കർത്താവ് എങ്ങനെ പറയാം? ഫാത്തിഹുൻ തുറക്കുന്നവൻ, മഫ്തൂഹുൻ തുറക്കപ്പെടുന്നത്, ഫത്തഹൻ തുറക്കൽ. ഓക്കെ. അതുപോലെ ജാല അവനാക്കിയെന്നാണ് അതിന്റെ കർത്താവിന്റെ രൂപം. ജായിലുൻ ആക്കുന്നവൻ, മജോലുൻ ആക്കപ്പെടുന്നത്, ജാലുൻ ആക്കൽ. ഓക്കെ. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ രൂപവും അതുപോലെ കർത്താവ്, കർമ്മം, ക്രിയാധാതു രൂപത്തിലേക്ക് ആക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയേ ഒരാള്. ബാസയുടെ രൂപം ഒന്ന് പറഞ്ഞു നോക്കിയേ. എങ്ങനെയാണ് പറയാ നമ്മള്? ബാസ കർത്താവ്, ബായിസുൻ, ബായിസുൻ. പിന്നെ മബോസുൻ ക്രിയ, ബാസുൻ. ബായിസുൻ നിയോഗിക്കുന്നവൻ, മബോസുൻ നിയോഗിക്കപ്പെട്ടത്, ബാസുൻ നിയോഗിക്കൽ അല്ലേ. റഫയ ആണെങ്കിൽ റാഫിയോൻ ഉയർത്തുന്നവൻ, മർഫോൻ ഉയർത്തപ്പെടുന്നവൻ, റഫോൻ ഉയർത്തൽ. ജമായാണെങ്കിൽ അവൻ ഒരുമിച്ച് കൂട്ടിനാണ്. ജാമ്യോൻ ഒരുമിച്ച് കൂട്ടുന്നവൻ, മജ്മോൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ജമോൻ ഒരുമിച്ച് കൂട്ടൽ. ഓക്കെ. അതുപോലെ മനാൻ എന്ത് പറയും? മാന്യോൻ തടയുന്നവൻ, നോൻ തടയപ്പെടുന്നത്, മന്നൂൻ തടയൽ. നമുക്ക് ഇതുപോലെ നമ്മൾ പഠിച്ച എല്ലാ രൂപങ്ങളും ഇപ്പൊ ലഹബ, ഷഫ ഈ രൂപമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, പറയാവുന്നതാണ്. നമ്മൾ ഇതുവരെ പഠിച്ച രൂപങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നമ്മൾ ഫാലയുടെ രൂപം എങ്ങനെ, ഏതൊക്കെ പഠിച്ചു? നമ്മളിപ്പോ ഇതുവരെ പഠിച്ച എല്ലാ രൂപങ്ങളും പറഞ്ഞു നോക്കാം. നമുക്ക് എങ്ങനെ പഠിച്ചത്? ഫാല എന്താണ്? ഫാല അവർ പ്രവർത്തിച്ചു. ഫാലു അവർ പ്രവർത്തിച്ചു. ഫാൽത്ത നീ പ്രവർത്തിച്ചു. ഫാൽത്തു നിങ്ങൾ പ്രവർത്തിച്ചു. ഫാൽത്തു ഞങ്ങൾ പ്രവർത്തിച്ചു. ഫാൽന ഞങ്ങൾ പ്രവർത്തിച്ചു. അതായിരുന്നു എന്തതിന്റെ പൂർണ്ണക്രിയാരൂപം. പൂർണ്ണക്രിയാരൂപമാണ് നമ്മൾ അതിനെ പഠിച്ചത് അല്ലെ. അടുത്ത അപൂർണക്രിയ എങ്ങനെ പഠിച്ചത് നമ്മള്? അപൂർണക്രിയ യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു. യഫ്അലൂന അവർ പ്രവർത്തിക്കുന്നു. തഫ്അലു നീ പ്രവർത്തിക്കുന്നു. തഫ്അലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നു. അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു. നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പഠിച്ചതിന്റെ എന്താണ്? കൽപ്പന ക്രിയാരൂപമാണ്. എങ്ങനെയാണ്? ഇഫൽ നീ പ്രവർത്തിക്കൂ. ഇഫലു നിങ്ങൾ പ്രവർത്തിക്കൂ. ലാ തഫൽ നീ പ്രവർത്തിക്കരുത്. ലാ തഫലു നിങ്ങൾ പ്രവർത്തിക്കരുത് അല്ലെ. പിന്നെ അതിന്റെ കർത്താവ്, കർമ്മം, ക്രിയാധാതുവാണ് അല്ലെ. എങ്ങനെ പഠിച്ച നമ്മള്? ഫായിലുൻ, മഫൂലുൻ, ഫിയോലുൻ. ഫായിലുൻ, മഫൂലുൻ, ഫിയോലുൻ. ഇതുപോലെ നമുക്ക് ഓരോ വാക്കുകൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുവരെ പഠിച്ച എല്ലാ രൂപങ്ങളും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എന്താണ് പൂർണ്ണക്രിയാരൂപങ്ങളും അപൂർണക്രിയാരൂപങ്ങളും അതിന്റെ കൽപ്പനക്രിയാരൂപങ്ങളും വിരോധക്രിയാരൂപങ്ങളും കർത്താവ്, കർമ്മം, ക്രിയാധാതുവും എല്ലാ രൂപങ്ങളും നമ്മൾ പഠിച്ചു അല്ലെ. ഒരാള് ഞാൻ പറയുന്ന ഒരു വാക്കിന്റെ എല്ലാ രൂപങ്ങളും പറയണം. സൊനാ ഒരാൾ പറഞ്ഞു സൊനായുടെ എല്ലാ രൂപങ്ങളും. صنع صنعوا صنعت صنعتم صنعتوا صنعنا يصنع يصنعون تصنع تصنعون أصنع نصنع صانع مصنوع നമ്മള് سوري يصنع يصنعوا لا تصنع لا تصنعوا صانع مصنوع صنع സാനോൻ മസ്നൂൻ സുൻ. മാഷാഅല്ലാഹ്. നമ്മൾ അതിന്റെ എല്ലാ രൂപങ്ങളും പഠിച്ചെന്ന് കരുതുന്നു. ഞാൻ അടുത്ത ആൾ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ഖുർആന്റെ ഭാഗം റിപ്പീറ്റ് ചെയ്യുന്നില്ല.
പിന്നെ തുടർ പഠനത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. നമ്മൾ പഠിച്ചത് ഓരോ മണിക്കൂറിന് ശേഷം നമ്മൾ 70% മാർക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചത് ഉടനെ 1 മണിക്കൂറിന് ശേഷം ഇത് ആവർത്തിക്കുകയും 1 ദിവസത്തിന് ശേഷം ആവർത്തിക്കുകയും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുകയും പിന്നെ നമ്മൾ അതിൽ മറന്നു പോയാലും വീണ്ടും അത് 1 മാസത്തിന് ശേഷം വീണ്ടും നമ്മൾ ഓർക്കുകയും ചെയ്ത് അങ്ങനെ 6 മാസത്തിന് ശേഷം വീണ്ടും ഓർക്കുക. അങ്ങനെ ആ ഒരു പഠന രീതി തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചത് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിൽ അവിടെ സേവ് ആയി കിടക്കും. അപ്പോൾ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. ഖുർആൻ പിന്നെ മനസ്സിലാക്കി പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ് എടുത്തുകൊണ്ട് വേഗം നിർത്താണ്. കൂടുതൽ പിന്നീട് ആവർത്തിക്കുന്നില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കില്ലാഹു ഖൈറൻ കസീറൻ. അപ്പൊ ഇതിന്റെ ഇവാലുവേഷൻ നടത്താൻ പോവാണ്. തുടക്കത്തിലെ ഹംദ്, സലാത്ത് എല്ലാം ഓക്കെയാണ്, ഖിറാഅത്ത് ഓക്കെയാണ്. നമ്മൾ ഇവാലുവേഷൻ നടത്തുമ്പോൾ എല്ലാം നോക്കും കേട്ടോ. ഖിറാഅത്ത് തജ്വീദ് ഉണ്ടോ ഇതൊക്കെ നോക്കും. ഇതൊക്കെ എന്താണ്, ഖിറാഅത്ത് ആവറേജ് ആണ്. ഓക്കെ എന്ന് പറഞ്ഞാല് ഖിറാഅത്ത് നമ്മൾ മെച്ചപ്പെടുത്താം ഇനിയും, പക്ഷേ ഒരു ആവറേജ് ഖിറാഅത്താണ്, സാധാരണഗതിയിലുള്ള ഒരു ഖിറാഅത്ത് ഉണ്ട്, കുഴപ്പമില്ല. ഖുർആൻ സെഷൻ നന്നായിട്ട് പഠിപ്പിച്ചു. മാത്രമല്ല അതിൽ എന്താ പറയാ, ക്ലാരിറ്റി ഓഫ് ടോക്കിംഗ്, അതായത് പറയുന്നതിന്റെ കൃത്യതയും സ്ഫുടതയും ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം പറയുന്ന ഒരു സംഗതി കേൾവിക്കാരന് കൃത്യമായും സ്ഫുടമായും കേൾക്കണം. അത് പറഞ്ഞ എന്തായാലും വളരെ അക്യുറേറ്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫാല പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഫാല പറഞ്ഞപ്പോൾ ഫത്തഹയുടെ അർത്ഥമാണ് പറഞ്ഞത്. അതെ, ഫാല പറഞ്ഞപ്പോൾ ഫത്തഹയുടെ അർത്ഥമാണ് പറഞ്ഞത്. ആദ്യത്തിൽ ഒരു മാറിപ്പോയി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഫായിലിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് ഫായിലും മഫ്ഊലും പറഞ്ഞു. പക്ഷെ ഫെയില് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഫെയില് പറയുമ്പോൾ നമ്മൾ പെർഫോമൻസ്, ഗുഡ് പെർഫോമൻസ് കാണിക്കുന്നു. അപ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അള്ളാഹ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവൻ ആരാണ് എന്നറിയാൻ വേണ്ടിയാണ്. ആദ്യം പറഞ്ഞത് നമ്മൾ കൊടുക്കുന്നവരായിരുന്നു, ഇപ്പൊ നമ്മൾ വാങ്ങുന്നവരായിപ്പോയി. അങ്ങനെ ആകരുത്, മറിച്ച് എന്ത് ചെയ്യണം, കൊടുക്കുന്നവർ തന്നെ ആകണം എന്നാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബെസ്റ്റ് പെർഫോമൻസ് എന്നത് എന്താണ്, എപ്പോഴും നമ്മൾ ചെയ്യുന്ന പണി എപ്പോഴും എന്തായിരിക്കണം, കൃത്യമായും വളരെ മെച്ചമായും പണി ചെയ്യണം. അതിനാണ് ഫെയില് കാണിക്കുന്നത്. അത് ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ ശരിയായിരിക്കും. എന്റെ പഴയ വീഡിയോ ഒന്ന് കേട്ടതായിരിക്കും അതല്ലേ? പഴയ വീഡിയോ ഒന്ന് കേട്ടായിരുന്നു പ്രാവശ്യം. ഓക്കെ. അപ്പോ അതൊക്കെ നോക്കി. പിന്നെ റിവിഷൻ, ഓക്കെ. റിവിഷനെ കുറിച്ച്, ആവർത്തനത്തെ കുറിച്ച് പറഞ്ഞത് കറക്റ്റായി. റിവിഷൻ നടത്തണമെന്ന് പറഞ്ഞല്ലോ, അത് കറക്റ്റായിട്ട് പറഞ്ഞു. മൊത്തത്തിൽ അൽഹംദുലില്ലാ ഖൈറായിരുന്നു, ഏറ്റവും നന്നായി. അൽഹംദുലില്ലാ, നന്നായി ക്ലാസ് എടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നമ്മൾ പറയണമല്ലോ, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പറയണം. എല്ലാത്തിലും കുറ്റം കാണാൻ പാടില്ലല്ലോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തായാലും കൂടുതൽ മെച്ചപ്പെടും. ഖദീജത്തുൽ കുബ്ര ഷെയർ ചെയ്യും. ഖദീജ, ഖദീജ ഒന്നില്ലേ? ഹലോ, ക്ലിയർ ആയില്ല. റഹീമ ഓഫ് ചെയ്തോ? റഹീമ ഷെയർ ഓഫ് ചെയ്തോ? ഞാൻ ഓഫ് ചെയ്തല്ലോ അപ്പൊ തന്നെ. അപ്പോ ഖദീജയുടെ എന്താ വരാത്തത്? ഖദീജയുടെ ഷെയറിംഗ് വരാത്ത എന്താ? സർ
ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല. നേരത്തെ ഷെയർ ചെയ്തില്ലായിരുന്നോ? ഇല്ല ഷെയർ ചെയ്തിരുന്നില്ല. നേരത്തെ ഷെയർ ചെയ്തില്ല. ഇല്ല. എന്തായിരുന്നു പറ്റിയത്? ഓക്കെ, ഷെയറിങ്ങില് എക്സ്പെർട്ട് ആരാ? ഞാൻ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്താ ചെയ്തു. നന്നായിരിക്കും. റഹീമ ഷെയർ ചെയ്തു. റഹീമാണോ ആ ഷെയർ ചെയ്തു? കദീർ ടീച്ചർ അതോ ഷെയറിംഗ് ഓഫ് ചെയ്യോ? ഞാനിവിടെ ഷെയർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ടൈം നോക്കണം കേട്ടോ, എന്താണ് ഷെയറിങ്ങിന്റെ പ്രോബ്ലം. ഇതാണോ ടീച്ചറെ ആദ്യം എടുക്കേണ്ടത്? ഏത് ഭാഗമാണ് എടുക്കേണ്ടത്? രണ്ടും എടുക്കേണ്ടതാണോ? രണ്ടും കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗം എടുക്കാം. ഇപ്പൊ രണ്ടും കഴിഞ്ഞു. റഹീമ ടീച്ചർ ഫുള്ളും എടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് ഭാഗം എടുക്കാം. ആദ്യം മുതൽ എടുത്തോളൂ, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമർ മാത്രമല്ലേ എടുത്തോളൂ? അതെ. അപ്പൊ ഇപ്പൊ ആദ്യം മുതൽ എടുത്തോ. ഓക്കെ. വീഡിയോ ഓൺ ചെയ്യണോ? വീഡിയോ ഓൺ ചെയ്യണം നിർബന്ധമല്ല. ആസിയിലേക്ക് ഓക്കെ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് യൂണിറ്റ് 11 എത്തിയിരിക്കുകയാണ്. അതായത് 10 യൂണിറ്റുകൾ പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ യൂണിറ്റ് അൽ മാഊൻ, സൂറത്തുൽ മാഊൻ. ആദ്യം നമുക്കൊന്ന് സൂറത്ത് കേട്ടു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അതിന്റെ പദാനുപദാർത്ഥങ്ങളിലേക്ക് أرأيت
നീ കണ്ടുവോ? റഅയ്ത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏത് സൂറത്തിലാണ് നമ്മൾ പഠിച്ചത്? വറഅയ്ത الناس يدخلون في دين الله أفواجا. സൂറത്ത് നസ്റിൽ അല്ലേ? വറഅയ്ത നീ കാണുകയും ചെയ്താൽ. റഅയ്ത നീ കണ്ടു. നീ കണ്ടു. അറഅയ്ത നീ കണ്ടുവോ? അല്ലദീ യുകദ്ദിബു. അല്ലദീ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലദീ യുവസ്വിസു. അല്ലദീ യുവസ്വിസു. എന്തായിരുന്നു അല്ലദീ യുവസ്വിസുയുടെ അർത്ഥം? ഒന്ന് പറയാൻ പറ്റുമോ? അല്ലദീ യുവസ്വിസു. എനിക്ക് കേൾക്കാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ദുർബോധനം നടത്തുന്നവൻ. ഓക്കെ. എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ ഫോണിന്റെ പ്രശ്നമാണോ എന്തോന്ന് അറിയില്ല. നേരത്തെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നോ? റസീന ടീച്ചർ പറഞ്ഞ കേട്ടായിരുന്നോ? അതെ അതെ, നന്നായിട്ട് കേട്ടായിരുന്നു. വേറെ ആരും പറഞ്ഞില്ല. ഓ, വേറെ ആരും പറഞ്ഞില്ല. അല്ലെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കില്ല. ഖദീജ മ്യൂട്ടായി പോയി. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് മ്യൂട്ടായി പോയി. ഓക്കെ. അല്ലദീ യുവസ്വിസു, ദുർബോധനം നടത്തുന്നവൻ അല്ലെ? അല്ലദീ യാതൊരുവൻ. അല്ലദീ ഒരുവൻ, യാതൊരുവൻ. അല്ലദീ യുകദ്ദിബു നിഷേധിക്കുന്നവൻ, കളവാക്കുന്നവൻ. ബിദ്ദീൻ. ദീന് നമ്മൾ നേരത്തെ 2 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ കേട്ടത്? മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ല? വേറെ നമ്മൾ സൂറത്തുൽ കാഫിറൂനിൽ കേട്ടിട്ടുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. വേറെ ഒരർത്ഥം കൂടി നമ്മള് ദീനിന് പഠിച്ചിട്ടുണ്ട്. അതായത് ജീവിത വ്യവസ്ഥ. മതം, ജീവിത വ്യവസ്ഥ, അല്ലെങ്കിൽ പ്രതിഫലം. അപ്പൊ അല്ലദീ യുകദ്ദിബു കളവാക്കുന്നവനെ നീ കണ്ടുവോ? ബിദ്ദീൻ പ്രതിഫല നടപടിയെ. ഇവിടെ ബീക്ക് നമ്മൾ നേരത്തെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, കൊണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ പ്രതിഫല നടപടിയെ എന്നാണ് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ആയത്ത് മുഴുവനായി ഓതി നോക്കാം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്ത നീ കണ്ടുവോ? അല്ലദീ യുകദ്ദിബു കളവാക്കുന്നവനെ, ബിദ്ദീൻ പ്രതിഫല നടപടിയെ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ പ്രതിഫല നടപടിയെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? അടുത്ത ആയത്തിലേക്ക് പോവാം നമുക്ക്. ഫദാലിക. ഫദാലിക, ഫദാലിക അത്. അപ്പോ അത്. അല്ലദീ യദ്ഉ. അല്ലദീ യാതൊരുവൻ, ഒരുവൻ. യദ്ഉ ആട്ടിയകറ്റുന്നു. അപ്പൊ അല്ലദീ യദ്ഉ ആട്ടിയകറ്റുന്നവൻ. നേരത്തെ നമ്മൾ അല്ലദീ യുകദ്ദിബു നിഷേധിക്കുന്നവൻ, കളവാക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ അല്ലദീ യദ്ഉ ആട്ടിയകറ്റുന്നവൻ. അല്ലദീ യുവസ്വിസു ദുർബോധനം നടത്തുന്നവൻ. അല്ലദീ യദ്ഉ ആട്ടിയകറ്റുന്നവൻ. അൽ യതീം അനാഥയെ. ഫദാലിക അല്ലദീ യദ്ഉൽ യതീം. മുഴുവനായ അർത്ഥം പറഞ്ഞു നോക്കാം നമുക്ക്. ഫദാലിക അത്. അല്ലദീ യദ്ഉ ആട്ടിയകറ്റുന്നവനാണ്. അൽ യതീം അനാഥയെ. ഫദാലിക അല്ലദീ യദ്ഉൽ യതീം അനാഥനെ ആട്ടിയകറ്റുന്നവനാണവൻ. അത്. ദാലിക അത്. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ പറയും? ഹാദ. ഹാദ ഇത്. ദാലിക അത്. യദ്ഉ ആട്ടിയകറ്റുന്നു. അല്ലദീ യദ്ഉ
ആട്ടിയകറ്റുന്നവൻ. യത്തീമാന അനാഥൻ. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥനെ ആട്ടിയകറ്റുന്നവനാണത്. വല യഹുദ്ദു. വല യഹുദ്ദു. യഹുദ്ദു പ്രേരിപ്പിക്കുന്നു. ലാ യഹുദ്ദു എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ കാഫിറൂനിൽ ലാ എന്താണെന്നുള്ളത് അല്ലെ. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല അല്ലെ. അപ്പൊ വല യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നില്ല. ലാ യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നില്ല. വാ കൂടി ചേർന്നാൽ എന്താവും? പ്രേരിപ്പിക്കുന്നുമില്ല. വല യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അല ത്വആം. ത്വആമാണ് ആഹാരം. അല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലാലേക്ക് ആലാമേല് ഫിൽബി കൊണ്ട് ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും. അല മേൽ. അപ്പൊ ആഹാരത്തിന്റെ മേൽ പ്രേരിപ്പിക്കുന്നില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, ആഹാരം നൽകാൻ പ്രേരിപ്പിക്കുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മള് അർത്ഥതലങ്ങള് മാറി വരും. അല ത്വആം ആഹാരം നൽകാൻ പ്രേരിപ്പിക്കുന്നില്ല. അൽ മിസ്കീൻ ആരുടെ? അഗതിയുടെ. മിസ്കീൻ അഗതി. എന്നാൽ അഗതികളെ എന്തായിരിക്കും പറയാ? അതായത് മിസ്കീൻ ജമാ മസാക്കീൻ. മസാക്കീൻ. അപ്പൊ വലാ യഹുദ്ദു ഒന്ന് പറഞ്ഞു നോക്ക. വലാ യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. യഹുദ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അലാ ത്വആം ആഹാരം നൽകാൻ അൽ മിസ്കീൻ അഗതിയുടെ. കൂട്ടി വായിച്ചു നോക്കാം. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അഗതിയുടെ ആഹാരം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. അഗതിയുടെ ആഹാരം നൽകുന്നതിന് അവൻ പ്രേരിപ്പിക്കുന്നുമില്ല. അടുത്ത ആയത്തിലേക്ക് പോവാം അല്ലെ. ഫവൈലുൻ. ഫ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനാൽ അപ്പോൾ അങ്ങനെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക അല്ലെ. ഫ അതിനാൽ അപ്പോൾ അങ്ങനെ. അതിനാൽ ഫവൈലുൻ അതിനാൽ നാശം. ആർക്കാണ് നാശം? ലിൽ മുസല്ലീൻ. ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നാശം. ലി പഠിച്ചിട്ടുണ്ട് നമ്മള്. ലിക്കിന് വേണ്ടി, ലിക്കിന് വേണ്ടി, മിന്നിൽ നിന്ന്, ആൻ കുറിച്ച്, സംബന്ധിച്ച്, മാ കൂടെ, ഒപ്പം. മറന്നില്ലല്ലോ ആരും. ഫവൈലുൻ അതിനാൽ നാശം. ആർക്ക്? ലിൽ മുസല്ലീൻ. മുസല്ലീൻ നമസ്കരിക്കുന്നവർ. നമസ്കരിക്കുന്നവർക്ക് നാശം. ഫവൈലുൻ ലിൽ മുസല്ലീൻ അതിനാൽ നമസ്കരിക്കുന്നവർക്ക് നാശം. നമസ്കാരക്കാർക്ക് നാശം. അടുത്ത ആയത്തിലേക്ക് പോകാം. അല്ലദീന. അല്ലദീന ഒരു കൂട്ടർ. ഹും അവർ. അൻ സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരങ്ങളെ കുറിച്ച്. സ്വലാത്തിഹിം അൻ സ്വലാത്തിഹിം. അൻ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഒരു പ്രപ്പോസിഷൻ ആണ് അൻ അല്ലെ. അൻ സ്വലാത്തിഹിം തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച്, അവരുടെ നമസ്കാരത്തെ കുറിച്ച്. സഹുൻ അശ്രദ്ധരാണ്. സ്വലാത്ത് നമസ്കാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. സ്വലാത്തുഹും സ്വലാത്തിഹിം എന്താണ്? അവരുടെ നമസ്കാരം. സഹുൻ അശ്രദ്ധരാണ്. എങ്കിൽ അശ്രദ്ധൻ നമ്മൾ എങ്ങനെ പറയും? സാഹിൻ. സാഹിൻ ജമ സാഹൂൻ. സാഹിൻ അശ്രദ്ധൻ, സാഹൂൻ അശ്രദ്ധർ. എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം എന്നാണ് ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായ നമസ്കാരക്കാർക്കാകുന്നു നാശം. അല്ലദീന. അല്ലദീന ഒരു കൂട്ടർ. ഹും അവർ. യുറാഊൻ കാണിക്കുന്നു. അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാകുന്നു.
നിസ്കാരത്തിൽ അശ്രദ്ധരായ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നമസ്കാരക്കാർക്കാണ് എന്തുള്ളത്? നാശം. നാശം എന്നതിന് എന്ത് പദമാണ് ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചത്? നാശം, വൈൽ. മാഷാ അല്ലാഹ്. അവസാന ആയത്തിലേക്ക് നമ്മൾ കിടക്കാം. വയംനഊനൽ മഊൻ. മഊൻ മനഅ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനഅ യംനഉ. മനഅ യംനഉ അല്ലെ? മനഅ എന്തായിരുന്നു? തടഞ്ഞു. അവൻ തടഞ്ഞു. മനഅ തടഞ്ഞു. അവൻ തടഞ്ഞു എന്നല്ലേ നമ്മൾ പഠിച്ചത്? അവൻ തടഞ്ഞു. അവൻ തടഞ്ഞു. വയംനഊന. അപ്പൊ യംനഊൻ എന്താണ്? മനായുടെ മനാ എന്ന ക്രിയയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കാം. മനാ അവൻ തടഞ്ഞു. മനാഉ അവർ തടഞ്ഞു. മനാത്ത നീ തടഞ്ഞു. മനാത്തും നിങ്ങൾ തടഞ്ഞു. മനാത്തു ഞാൻ തടഞ്ഞു. മനാന ഞങ്ങൾ തടഞ്ഞു. ഞങ്ങൾ തടഞ്ഞു. യംനഉ തടയുന്നു. അവൻ തടയുന്നു. അവൻ തടയുന്നു. യംനഊന അവർ തടയുന്നു. കിട്ടിയില്ലേ? യംനഊന അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്? യംനഊന അവർ തടയുന്നു. വാ അവിടെ ആദ്യത്തിൽ വന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? യംനഊന തടയുകയും ചെയ്യുന്നു. അവർ തടയുകയും ചെയ്യുന്നു. എന്താണ് അവർ തടയുന്നത്? അൽ മഊൻ നിസ്സാരമായ ഉപകാരങ്ങൾ അവർ തടയുകയും ചെയ്യുന്നു. വയംനഊനൽ മഊൻ. ആയത്തിന്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരും? വയംനഊനൽ മഊൻ നിസ്സാരമായ സഹായം അവർ തടയുകയും ചെയ്യുന്നു. നമ്മള് ഇതിന്റെ ഭാഷാപരമായ ചില പുതിയ വിവരങ്ങളിലേക്ക് കടക്കാം. ക്രിയകളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തും, ഫതഹ്തു, ഫതഹ്ന. യഫ്തഹു, യഫ്തഹൂന, തഫ്തഹു, തഫ്തഹൂന. അഫ്തഹു, നഫ്തഹു. ഇഫ്തഹ്, ഇഫ്തഹു. ലാ തഫ്തഹ്, ലാ തഫ്തഹു. വളരെ ഭംഗിയായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിയകളിൽ നിന്നുണ്ടാകുന്ന 3 നാമരൂപങ്ങളാണ്. ഫതഹ തന്നെ എടുത്തു നോക്കാം നമുക്ക്. ഫതഹ എന്താണ്? അവൻ തുറന്നു. അവൻ തുറന്നു അല്ലേ? ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മള് കർത്താവ് എന്ന് പറയുന്നത്. കർത്തൃനാമം എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ. എന്തോ ഒന്ന് കൊടുക്കുന്നു എന്ന രൂപത്തിലാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്, കാണിക്കുന്നത്. TPI മെത്തേഡ് പ്രകാരം നമ്മൾ എന്തോ ഒന്ന് കൊടുക്കുന്നതായിട്ടാണ് ഈ കർത്തൃനാമത്തെ സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന ആളെ വീഡിയോ ഓൺ ചെയ്ത് കാണിക്കാമോ? ഓക്കെ അല്ലേ? അല്ല, നിങ്ങളുടെ ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വേറെ എന്താ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, ഓഫ് ചെയ്തോ കുഴപ്പമില്ല. വീഡിയോ ഓഫ് ചെയ്തോ? കാണാൻ പറ്റുന്നില്ല? അല്ല, അത് കുഴപ്പമുണ്ട്, അത് പിന്നെ പറയാം. ക്ലാസ് ആണ്. അതായത് നമ്മള് എന്നും കൊടുക്കുന്നവരായിരുന്നു. ഇസ്ലാമിക സമൂഹം
കൊടുക്കുന്നവരായിരുന്നു. സാമ്പത്തികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും കൊടുത്തു ശീലമുള്ളവരായിരുന്നു. അസിമിന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ അവിടെ പോയിക്കോ. സോറി, അതല്ല, അഭിശബ്ദമാണ്. കണ്ടിന്യൂ. ഓക്കെ. എനിക്ക് ഇത് സൗണ്ട് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട്, കൃത്യമായിട്ട് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഫാത്തിഹ തുറക്കുന്നവൻ. അപ്പൊ തുറക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് കൈ കൊടുക്കുന്നു എന്ന രൂപത്തിലേക്ക് കാണിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി കൊടുക്കപ്പെടുന്നത് മഫ്ഊലുൻ. അപ്പോ തുറക്കുന്നവൻ ഫാത്തിഹ്, തുറക്കപ്പെടുന്നത് മഫ്തൂഹ്. അതിന്റെ അടയാളം ഒരു വാങ്ങുന്നവന്റെ അടയാളമാണ്. കൈകൊണ്ട് വാങ്ങുന്നത് എങ്ങനെയെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് മഫ്തൂഹ് എന്ന് പറയുമ്പോൾ. അത് ഒരു യാചനയുടെ രൂപമാണ് അല്ലേ? അതൊരിക്കലും നമുക്ക് പറ്റിയ അടയാളമല്ല. അപ്പോ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ അടുത്ത് എന്താണോ ഉള്ളത് അത് സമ്പത്താണെങ്കിൽ കൊടുക്കുക. അതേപോലെ വിജ്ഞാനം ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക. നല്ല സ്വഭാവം, നല്ല ശീലങ്ങളും നല്ല സംസ്കാരവും പുതു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നവരാവാൻ നമ്മൾ ശ്രദ്ധിക്കാം. യാചനയെ നിരുത്സാഹപ്പെടുത്താൻ, വാങ്ങുന്നവരാവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ അതിന്റെ ക്രിയാധാതു എന്ന് പറയുന്നത്, അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഫിയാല് ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും മികച്ചതായിരിക്കാൻ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തിലെ അശ്രദ്ധ മൂലം പല അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോ ചെയ്യുന്ന പ്രവർത്തനം ഏതാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ മികച്ചതാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്രിയാധാതുവിന്റെ അടയാളം എന്ന് പറയുന്നത് വലത് കൈ വിരലുകൾ മടക്കി പിടിച്ച് തള്ളവിരൽ ഉയർത്തി ഒരു മികവിന്റെ അടയാളമാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത് ഇൻഷാ അല്ലാ. അപ്പൊ നമ്മള് ഈ 3 രൂപങ്ങളും ഒന്ന് പറഞ്ഞു നോക്കാം. ഫതഹ, അവൻ തുറന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫാത്തിഹ് തുറക്കുന്നവൻ, മഫ്തൂഹൻ ഫാത്തിഹൻ തുറക്കുന്നവൻ, മഫ്തൂഹൻ തുറക്കപ്പെടുന്നത്, ഫത്ഹ് തുറക്കൽ, ഫാത്തിഹുൻ മഫ്തൂഹൻ ഫത്ഹുൻ. ഫാത്തിഹ് എന്ന് പറയുമ്പോ ആ ഒരു അടയാളം എന്തായിരുന്നു പറഞ്ഞത്? കൊടുക്കുന്നവന്റെ അടയാളം ഫാത്തിഹ് കാണിക്കുന്നുണ്ടല്ലോ എല്ലാരും. മഫ്തൂഹൻ എന്ന് പറയുമ്പോ വാങ്ങുന്നവന്റെ അടയാളം അല്ലെ? ഫത്ഹ് എന്ന് പറയുമ്പോ തംസപ്പ്, മികവിന്റെ അടയാളം. ഓക്കെ, എല്ലാരും കാണിക്കണേ. ഫാത്തിഹുൻ മഫ്തൂഹൻ ഫത്ഹുൻ. ഇനി ജാലയിലേക്ക് വരാം നമുക്ക്. ജാല അവനാക്കി, ജായിലുൻ ആക്കുന്നവൻ, മജ്ഊലുൻ ആക്കപ്പെടുന്നത്, ജാൽ ആക്കൽ, ജായിലുൻ മജ്ഊലുൻ ജാലുൻ, ജായിലുൻ മജ്ഊലുൻ ജാലുൻ, ജായിലുൻ മജ്ഊലുൻ ജാലുൻ. ഇനി ഞാൻ പറയാ, നിങ്ങൾ ഒന്ന് ആക്ഷൻ കാണിച്ചു തരണേ. ജായിലുൻ മജ്ഊലുൻ ജാലുൻ. ഒന്നുകൂടി സ്പീഡായിട്ട്. ജായിലുൻ മജ്ഊലുൻ ജാലുൻ. ഒന്നുകൂടി. ജായിലുൻ മജ്ഊലുൻ ജാലുൻ. മാഷാ അല്ലാഹ്, അഹ്സൻതു, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള മറ്റു പദങ്ങളിലേക്ക് കൂടി നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ബഅസ എന്തായിരുന്നു? ബഅസ അവൻ നിയോഗിച്ചു. ബഅസ അവൻ നിയോഗിച്ചു. ബാഇസുൻ നിയോഗിക്കുന്നവൻ, മബഊസുൻ നിയോഗിക്കപ്പെടുന്നത്, ബഅസുൻ നിയോഗിക്കൽ. കർത്തൃനാമം, കർമ്മനാമം, ക്രിയാധാതു.
باعثا with action please. باعثا مبعوثا بعثا. باعثا مبعوثا بعثا. ഓക്കെ. റഫ എന്തായിരുന്നു? അവൻ ഉയർത്തി. റാഫിഉൻ ഉയർത്തുന്നവൻ. മർഫൂഉൻ ഉയർത്തപ്പെടുന്നത്. റഫ്ഉൻ ഉയർത്തൽ. റാഫിഉൻ മർഫൂഉൻ റഫ്ഉൻ. റാഫിഉൻ മർഫൂഉൻ റഫ്ഉൻ. ജമഅ ഒരുമിച്ച് കൂട്ടൽ. ജാമിഉൻ ഒരുമിച്ച് കൂട്ടുന്നവൻ. മജ്മൂഉൻ ഒരുമിച്ച് കൂട്ടുന്നത്, കൂട്ടപ്പെടുന്നത് അല്ലെ. ജമഉൻ ഒരുമിച്ച് കൂട്ടൽ. ജാമിഉൻ മജ്മൂഉൻ ജമഉൻ. ജാമിഉൻ മജ്മൂഉൻ ജമഉൻ. വിത്ത് ആക്ഷൻ. എന്താ കുറച്ച് ആൾക്കാർ ആക്ഷൻ ചെയ്യാത്തത്? ജാമിഉൻ മജ്മൂഉൻ ജമഉൻ. മനഅ അവൻ തടഞ്ഞു. മാനിഉൻ തടയുന്നവൻ. മൻമൂഉൻ മാനിഉൻ മംനൂഉൻ തടയപ്പെടുന്നത്. മൻഉൻ തടയൽ. മാനിഉൻ മംനൂഉൻ മൻഉൻ. മാനിഉൻ മംനൂഉൻ മൻഉൻ. അടുത്തത് ഫഅല അവൻ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഫാഇൽ പ്രവർത്തിക്കുന്നവൻ. മഫ്ഊലുൻ പ്രവർത്തിക്കപ്പെടുന്നത്. ഫിഅലുൻ പ്രവർത്തനം. ഫാഇലുൻ മഫ്ഊലുൻ ഫിഅലുൻ. വിത്ത് ആക്ഷൻ പ്ലീസ്. ഫാഇലുൻ മഫ്ഊലുൻ ഫിഅലുൻ. ഫാഇലുൻ മഫ്ഊലുൻ ഫിഅലുൻ. സനഅ അവൻ നിർമ്മിച്ചു. സാനിഉൻ മസ്നൂഉൻ സുൻഉൻ. സാനിഉൻ മസ്നൂഉൻ സുൻഉൻ. സാനിഉൻ മസ്നൂഉൻ സുൻഉൻ. ذهب അവൻ പോയി. ذاهبുൻ മദ്ഹൂബുൻ ذهابുൻ. ذاهبുൻ മദ്ഹൂബുൻ ذهابുൻ. ശഫഅ അവൻ ശുപാർശ ചെയ്തു. ഷാഫിഉൻ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരണേ. ഷാഫിഉൻ മശ്ഫൂഉൻ ഷഫാഅത്തുൻ. ഷാഫിഉൻ മശ്ഫൂഉൻ ഷഫാഅത്തുൻ. ഷാഫിഉൻ മശ്ഫൂഉൻ ഷഫാഅത്തുൻ. ഏതാ വേണ്ടത്? അടുത്ത സ്ലൈഡ്. ഓ അടുത്ത സ്ലൈഡ് ഏതാ വേണ്ടത്? കഴിഞ്ഞോ? ഞാൻ സ്ലൈഡ് സോറി എനിക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതന്നെയല്ലേ സ്ലൈഡ് നെക്സ്റ്റ് വരുന്നത്? അടുത്തത് ഇപ്പൊ നിങ്ങൾ ഇട്ട സ്ലൈഡ് തന്നെ. ഇതല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് റിപ്പിറ്റീഷൻ ഇസ് ദ മദർ ഓഫ് ടീച്ചിങ് അല്ലേ? അപ്പോ ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെക്കാൻ സാധിക്കും. അതായത് എത്രത്തോളം നമ്മൾ ആവർത്തിക്കുന്നോ അത്രത്തോളം മറക്കാതിരിക്കാനുള്ള ഒരു പരിഹാരം കൂടിയാണത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ആവർത്തിക്കുന്നു, വീണ്ടും നോക്കുന്നു. ഒരു ദിവസത്തിന് ശേഷം വീണ്ടും നോക്കുന്നു. ഒരാഴ്ചത്തെ ശേഷം നമ്മൾ വീണ്ടും എടുത്ത ഭാഗങ്ങൾ ഒരാഴ്ചക്ക് ശേഷം വീണ്ടും നോക്കുന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും നോക്കുന്നു. 6 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും അത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെക്കാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആവർത്തിക്കുക എന്നുള്ളത് ഒരു ടിപ്പായി മനസ്സിലാക്കുക. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നമ്മള് യൂണിറ്റ് 11 കഴിഞ്ഞപ്പോഴേക്ക് ഖുർആനിൽ നിന്ന് 38% പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പേജ് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അതില് ഓരോ പേജിലും 49 പദങ്ങള് നമുക്കറിയുന്ന പദങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ്. ഖുർആൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ചെറിയൊരു സമയം നീക്കി വെക്കുക. ഖുർആൻ നോക്കി ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ പാരായണം ചെയ്യാം. അതേപോലെ
നമ്മൾ പഠിച്ചു വെച്ച അധ്യായങ്ങൾ, ഖുറാനിൽ നിന്ന് നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുള്ള അധ്യായങ്ങൾ നിസ്കാരങ്ങളിൽ ഓതി പരിശീലിക്കാം. അതേപോലെ ഈ ഒരു പുസ്തകം ഒരു 5 മിനിറ്റ് എങ്കിലും ദിവസവും മനസ്സിലാക്കുക, വായിക്കാം. അതേപോലെ ആരോടെങ്കിലും സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയറിംഗ് ഓഫ് ചെയ്തോ? അപ്പോ ജസാക്കില്ലാഹു ഖൈറൻ കസീറൻ. ഇതില് നിങ്ങൾക്ക് അയച്ചു തന്ന സ്ലൈഡും ചെറിയ വ്യത്യാസം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തായിരുന്നാലും എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. ഇതില് ഖദീജയെ കുറിച്ച് പറഞ്ഞാൽ ഖദീജ ഖിറാഅത്തിൽ എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു. വളരെ നന്നായി ഖിറാഅത്ത് നടത്തിയിട്ടുണ്ട്. അത് ഉച്ചാരണം, അക്ഷരങ്ങളുടെ ബാദിന്റെ ഒക്കെ ഉച്ചാരണം വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അത് അധികമാകില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നമാകില്ല. അതായത് നമ്മള് പഠിപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ ഇതിനകത്ത് എന്തോ ഒരു സംഭവം. ഓക്കെ, അതായത് പലരും പഠിപ്പിക്കുമ്പോൾ ഈ ഇതിന്റെ തഫ്ഹീം ഉണ്ടല്ലോ, തഫ്ഹീമും തെർക്കേക്കും വരുമ്പോ അപ്പൊ ഇത് ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയല്ല കേട്ടോ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളുടെ ഖിറാഅത്തെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഖിറാഅത്ത് നോക്കുന്നവരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 100% മാർക്ക് തന്നെ ഇടും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പല പാരായണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് ഈ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം വരുമ്പോ നൂൻ എന്താണ്? നൂന് നേർത്ത അക്ഷരമാണ്, ശേഷം വരുന്നത് ഖനത്ത അക്ഷരമാണ്. അപ്പോ ഈ യഖ്ഫാ എന്തായിരിക്കണം? യഖ്ഫാ മുഫഖമായിരിക്കണോ മുറക്കക്കായിരിക്കണോ? നൂനിനെ മറച്ചു മണിക്കൂലേ? നൂലിനെ മറച്ചു മണിക്കുമ്പം നൂൻ എന്താവും? യഖ്ഫാ ചെയ്യാം. നൂന് യഖ്ഫാ ചെയ്യുമ്പോൾ മറയ്ക്കണം. ഈ മറയ്ക്കുന്ന സൗണ്ട് ഇല്ലേ, ആ മറച്ചിട്ട് കഴിയുമ്പോൾ ഉള്ള സൗണ്ട് പിന്നെ സ്വാദിനോടടുത്ത സൗണ്ടാണ് വേണ്ടത്. അപ്പൊ സ്വാദാണ് ഇസ്തിലാഇന്റെയും മുഫഖമുമാണ്, മുസ്തഅലയുമാണ്, ഉയർന്നതാണ്, അതേപോലെ വാ നിറച്ച് ഉള്ളതുമാണ്. അപ്പൊ ഈ മണിക്കുന്ന സൗണ്ട് എന്താകണം? മുഫഖമാണ്. അത് കറക്റ്റ് തന്നെ. അത് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അതായത് ഇത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഞാനത് വാച്ച് ചെയ്തിട്ടുള്ളത് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി, അദ്ദേഹത്തിന്റെ ആണ് തജ്വീദ് ഓടുകൂടിയുള്ള ഖിറാഅത്ത് കൃത്യമായിട്ടും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വേറെ പലരുടെ ഉണ്ടാകാം, പക്ഷെ അത് എനിക്കൊന്നും കറക്റ്റായിട്ട് വായിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നേരത്തെ ഉള്ള അത് കാസറ്റ് റെക്കോർഡിംഗ് ഉള്ള സമയത്തുള്ള റെക്കോർഡിംഗ് ആണ്. കാസറ്റ് റെക്കോർഡ് ഉള്ള സമയത്ത് തന്നെ അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പിന്നീടാണ് ഈ ഡിജിറ്റൽ റെക്കോർഡിങ്ങും ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ വന്നത്. അപ്പൊ അക്കാലത്ത് തന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഈ തജ്വീദ് പഠിക്കുന്ന സമയത്ത് ഡിജിറ്റൽ ഈ പറയുന്ന രീതിയിലുള്ള റെക്കോർഡിംഗ് വന്നിട്ടില്ല.
അന്നൊക്കെ കാസറ്റ് റെക്കോർഡിംഗ് ആണ് ഉള്ളത്. അപ്പോ തജ്വീദ് അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ തജ്വീദ് പഠിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോ അത് തജ്വീദൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ, വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇൻഷാല്ലാ റൂൾ ശ്രദ്ധിക്കാം. ഞാൻ നമ്മൾ ശരിക്കും അത് എനിക്ക് ഇത് അറിയുന്നുണ്ട് പാരായണം ചെയ്യുന്നവരുടെ ഖിറാഅത്ത് കൂടി നോക്കണം. അതായത് നമസ്കാരത്തിലെ പാരായണമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, അവര് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത തജ്വീദിന് വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്തതായിരിക്കണം. എങ്കിൽ മാത്രമേ 100% തജ്വീദാവുള്ളൂ. നമ്മൾ അധികവും കിട്ടുന്നത് ഈ പണ്ഡിതന്മാരെയൊന്നും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കിട്ടൂലല്ലോ. പണ്ഡിതന്മാരെല്ലാം എന്തായിരിക്കും, അവർ ബിസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. പിന്നെ എന്നിട്ട് അവർക്ക് വല്ല ഗിഫ്റ്റുകളും കൊടുക്കുമായിരിക്കും, അതെനിക്കറിയില്ല. കാരണം സൗണ്ട് സംഭവം ഉണ്ടല്ലോ, നമ്മളതിന് കോപ്പി അടിച്ചാലും നമ്മളെ പ്രോഗ്രാമിൽ കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പി അടിച്ചപ്പോൾ അവര് വേറെ കോപ്പി റൈറ്റ് ഒക്കെ വാദിച്ചു, ക്ലെയിം ചെയ്തു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അന്ന് തന്നെ AI വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഈ വേറെ ആരെങ്കിലും മാസം കൊണ്ട് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പൊ എന്തായിരുന്നാലും അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ് കറക്റ്റ് തജ്വീദ് ഉള്ളത്. അപ്പൊ ഏത് തജ്വീദിനെ നമ്മൾ നോക്കിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമസ്കാരത്തിൽ പാരായണം ചെയ്താണെങ്കിൽ നമുക്കത് ഫുള്ള് തജ്വീദ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതേസമയം സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ്, തജ്വീദിന് വേണ്ടിയുള്ള റെക്കോർഡിംഗ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് മാത്രമേ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇൻഷാല്ലാ ശ്രദ്ധിക്കാം. ഈ റൂൾ എനിക്ക് അറിയായിരുന്നു ഉസ്താദ്. സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ശരിക്കും പറഞ്ഞ പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കോൺഫിഡൻഷ്യൽ ആയിരുന്നില്ല. ആദ്യം മുതലേ ഒരു വേറെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നി. നമ്മൾ മുമ്പേ തന്നെ ഇത് അയച്ചു തന്നിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ PDF ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ PDF ഒരുമിച്ച് അങ്ങ് അയച്ചതാണ്. ഇതുവരെയുള്ള ഈ 13 വരെയുള്ള PDF ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോ 1 by 1 ആയിട്ട് നോക്കിയാല് എന്ത് ചെയ്തു, ഈ ഉർവശി ശാപം ഉപകാരമായെന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലുണ്ട്. അപ്പം പ്രിപ്പയർ ആകാത്തത് കൊണ്ടാണോന്നറിയില്ല, കേൾക്കുന്ന ആൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഇടവേള കൊടുത്തു എന്നാണ് കൃത്യമായിട്ടും തോന്നുക. അപ്പൊ അതുകൊണ്ട് അത് എന്തായി, നന്നായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാന പറയുന്നുണ്ട്. എനിക്ക് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് ശ്രദ്ധിച്ചത് മാന എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ മാന എന്ന സംഭവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മാന മീനിങ് എന്നുള്ളത് എപ്പോഴും കുട്ടികളോട് പറയുന്ന കുട്ടികൾക്ക് അതറിയാമോ മാന എന്നുള്ളത്? കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു പുസ്തകത്തിലൂടെ അല്ലല്ലോ, നമ്മൾ അറബിക്ക് ആദ്യം മുതലേ നമ്മൾ പ്രീ സ്കൂൾ തലം മുതലേ അറബിക്ക് വാക്കുകൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം നമ്മൾ ഇനി ഇത് അഡൽട്ടിലേക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉപയോഗിക്കരുത്. കുട്ടികൾക്ക് ഓക്കെ, കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതാണ് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ആയത്ത് പറഞ്ഞിട്ട് ആയത്തിന്റെ ഒറ്റ വാക്കർത്ഥം പറഞ്ഞിട്ട് അതിനുശേഷം ആയത്ത് കൂട്ടി അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ. അതേപോലെ തന്നെ ഈ 3 നാമരൂപങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റായിട്ട് ആ സംഭവം വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫെയിലുകളാണ്. ഈ 3 രൂപങ്ങളാണ് നാമരൂപങ്ങൾ. പിന്നെ ഫാഇലിൻ മഫ്ഊലിൻ അതിന്റെ ഫിഅലിന്റെയൊക്കെ മികവിന്റെ അടയാളമൊക്കെ പറഞ്ഞത് കറക്റ്റായി. കൺക്ലൂഷൻ ടാർഗറ്റിനെ കുറിച്ചൊക്കെ, കൺക്ലൂഷനിലെ ടാർഗറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഗ്രാജുവലി എല്ലാത്തിനും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റാത്തതുണ്ട്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? നമ്മളെ അവസാനം പറയുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, അത് കൃത്യമായും പറയണം. മൊത്തത്തിൽ പറയുന്ന ദിവസവും കുറച്ച് സമയമെങ്കിലും പാഠം ആവർത്തിക്കണം. അതെന്തിനാണെന്ന് നമുക്കൊരു ബോധം വേണം. എന്തിനാണ് കുറച്ച് സമയമെങ്കിലും ആവർത്തിക്കാൻ പറയുന്നത് പറഞ്ഞാൽ,
നമ്മുടെ പുറമേയുള്ള ബാഹ്യ മെമ്മറിയിൽ പാഠം എപ്പോഴും നിൽക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന പോയിന്റുകളെല്ലാം. അതായത് പുറമേയുള്ള മെമ്മറിയിൽ നിലനിന്നെങ്കിൽ മാത്രമേ അത് കുറേശ്ശെയായിട്ട് അകത്തേക്കുള്ള മെമ്മറിയിലേക്ക് പോവുകയും അവിടെ അത് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ അതിനാണ് ദിവസവും അല്പസമയമെങ്കിലും കുറച്ച് സമയമെങ്കിലും പാഠം ആവർത്തിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുള്ള് ആവർത്തിക്കണം. അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയെങ്കിലും വേണം. രാത്രിയൊക്കെ ക്ലാസ് ആണെങ്കിൽ നമുക്ക് അവരോട് ഇത് ഈ ഫുള്ള് ആവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നോക്കിയെങ്കിലും വേണം കിടക്കുന്നതിന് മുമ്പ്. അടുത്ത ദിവസം എന്ത് ചെയ്യണം? അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 1 hour ചെയ്യേണ്ട സംഭവമാണ് അടുത്ത ദിവസം ചെയ്യുന്നത്. അടുത്ത ദിവസം ഫുള്ളായിട്ട് പാഠം പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആവർത്തിക്കണം. അത് ആവർത്തനത്തിന്റെ അത് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന കുറച്ച് സമയം പറയുന്നത് എന്തിനാണ്? അത് പുറമേയുള്ള മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയാണ് പാഠം ആവർത്തിക്കാൻ പറഞ്ഞതും. പിന്നെ ഖുർആൻ കുറച്ച് സമയങ്ങളിൽ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി നീക്കി വയ്ക്കുക. അപ്പൊ നമ്മൾ അത് എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ടുണ്ടാക്കിയ സ്ലൈഡുകളാണ്. ഇപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിലേക്ക് പഠിപ്പിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കി മാത്രമേ വായിക്കാവൂ, അർത്ഥം അറിയാതെ വായിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ മനസ്സിലാക്കി വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള കാലഘട്ടത്തില്, നമ്മളെ പോലുള്ള നാടില്, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നാല് ചുറ്റും ഖുർആൻ പഠന വേദികളാണ്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഖുർആൻ പഠിക്കാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ, അതായത് പബ്ലിക്കിനോട് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഖുർആനിലെ ഒരു കാൽഭാഗം കൂടി അറിയാൻ പറ്റും. ഖുർആന്റെ ഒരു പേജ് എടുത്താൽ അതിലെ കാൽഭാഗവും നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ പറഞ്ഞ 1 hour ഇതിന് 1 hour 15,000 വാക്കുകൾ പഠിക്കാൻ പറഞ്ഞില്ലേ. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്ന വാക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിന് 1 hour നിങ്ങൾ കുറച്ച് ആൾക്കാരെ ചേർക്കണം കേട്ടോ. അതിൽ 1 മണിക്കൂർ കൊണ്ട് ഖുർആനിലെ 15,000 വാക്കുകൾ പഠിക്കാം. എങ്ങനെയുള്ള ആൾക്കാരെ ചേർക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതേപോലെ അഡ്വക്കേറ്റ്സ്, ടെക്നോക്രാറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, അഭ്യസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച് ജോലി നേടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുത്താൽ അവരതിൽ പൈസ കൊടുത്ത് ചെയ്യും. അപ്പൊ ഈ പറയുന്നത് കുറച്ചു നേരമെങ്കിലും പാഠം ആവർത്തിക്കുക, പിന്നെ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചു നേരമെങ്കിലും നീക്കി വയ്ക്കുക. വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ജനങ്ങളോട് നമ്മൾ പറയേണ്ടത് നിങ്ങൾ വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുക. അപ്പൊ വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് സ്ലൈഡ് കിട്ടും, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാട്സപ്പിൽ വരുന്ന സ്ലൈഡ് ഒന്നാണ്, ടെക്സ്റ്റ് ബുക്ക് വേറൊരു മെറ്റീരിയലാണ്, പിന്നെ പോക്കറ്റ് ഗെയിം ഉണ്ടാകുമ്പോൾ അത് വേറൊരു മെറ്റീരിയലാണ്, പിന്നെ വാട്സപ്പിൽ വോയിസ് ക്ലിപ്പ് കിട്ടും, അത് വേറൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ പലതും ഉപയോഗിക്കാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും മനുഷ്യന്റെ മൈൻഡിൽ, ഓരോ മനുഷ്യന്റെയും മൈൻഡിൽ വ്യത്യസ്ത ഗ്രാസ്പിംഗ് പവർ ആണുള്ളത്. അത് ചിലർക്ക് കേട്ടുപഠിക്കുന്നതായിരിക്കും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത്, ചിലർക്ക് കണ്ടുപഠിക്കുന്നതായിരിക്കും ഗ്രാസ്പ് ചെയ്യുന്നത്, ചിലർക്ക് കളർഫുൾ ആയിട്ട് കാണുന്നതായിരിക്കും ആകർഷണീയമാകുന്നത്, ചിലർക്ക് അത് വീണ്ടും അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പൊ ഇത് വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇത് പഠിക്കാൻ പറ്റണം. അപ്പൊ ചിലർ ഓഡിറ്ററി ആയിരിക്കും, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പൊ അവർക്ക് കേൾക്കുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യും. ചിലർക്ക് പാഠപുസ്തകം സ്വന്തം പേരിൽ വായിച്ചു പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പൊ പാഠപുസ്തകം കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ അവർക്ക് പാഠപുസ്തകം, അപ്പൊ അത് താല്പര്യമുള്ളവർ അത് ചെയ്തു. അപ്പൊ വ്യത്യസ്ത സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നത് അതിനു വേണ്ടിയാണ്. പിന്നെ ഒന്ന് മാറി മാറി ഉപയോഗിക്കുമ്പോൾ മൈൻഡിൽ അത് നിലനിൽക്കും. പിന്നെ ഒരു സുഹൃത്തുമായി പാഠത്തെ കുറിച്ച് പറയാൻ പറഞ്ഞ എന്താണ്, അതും ഈ പാഠം ഖുർആൻ പഠനം നമ്മുടെ മൈൻഡിൽ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ സംഗതിയാണ്. ബാഹ്യമായ മെമ്മറി തന്നെ നിൽക്കണം. അത് ഏതുപോലെ ചോദിച്ചാൽ പരസ്യക്കാരൻ വന്നിട്ട് നമ്മൾ ഒരു ന്യൂസ് കേട്ട് 1 മണിക്കൂർ ന്യൂസാണ് കേൾക്കുന്നത്, അതിനിടയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും പരസ്യം വരും. എന്തിനാ 4 പ്രാവശ്യം പരസ്യം പറഞ്ഞു? നേരത്തെ തന്നെ ഈ പരിപാടിയുടെ പ്രായോജകർ പോയിന്റ്സ് ഓഫ് ടൂത്ത് പേസ്റ്റിന്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ ടൂത്ത് പേസ്റ്റ് ഒന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ എന്തായി, നമ്മളെ മനസ്സിൽ ചെന്ന് അടുത്ത ദിവസം പോയിട്ട് ആ പേരാണ് പറയുന്നത്, ടൂത്ത് പേസ്റ്റിന്റെ പേരായിരിക്കും, ആ പറഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ പേരായിരിക്കും പറയുന്നത്. നമ്മൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയില്ല, നമ്മൾ അതിന്റെ ബ്രാൻഡ് നെയിം ആയിരിക്കും പറയുന്നത്. ഞാൻ ബ്രാൻഡ് നെയിം പറയാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ പരസ്യം കൂടെ ആകണമെന്ന് വിചാരിച്ചിട്ട്, ഞാനും കൂടെ അവരെ പരസ്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതെന്തുകൊണ്ട് നമ്മൾ പറയുന്നത് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ മെമ്മറി നിലനിൽക്കും, പിന്നീട് അത് ഉറപ്പായി നമുക്ക് മനസ്സിലാവും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ നിന്നും അല്പമെങ്കിലും ഹൃദയസ്ഥമാക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ
മെമ്മറി പവർഫുൾ ആവണം. മെമ്മറി പവർഫുൾ ആണെങ്കിൽ പഠിക്കുന്നത് ഓർമ്മ വയ്ക്കുള്ളൂ. നമസ്കാരത്തിൽ വ്യത്യസ്ത സുഹൃത്തുക്കൾ പാരായണം ചെയ്യാൻ പറഞ്ഞത് മെമ്മറി പവർഫുൾ ആകാൻ വേണ്ടിയാണ്. പാഠങ്ങൾ MP3 ആവർത്തി ചെയ്യാൻ പറഞ്ഞ നേരത്തെ എന്റെ കൂട്ടത്തിലുള്ള വീണ്ടും വീണ്ടും അവസാനം പ്രാർത്ഥന പതിവാക്കാനും പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഇതൊക്കെ മുമ്പ് ചെയ്തു വെച്ചതാണ്. ഇപ്പൊ നമ്മൾ സമീപകാലത്തൊക്കെ വേറെ രീതിയിലാണ് പറയുന്നത്. ആ രീതി നിങ്ങൾ കേട്ടാൽ അതേ രീതിയിലും പറയാം, ഈ രീതി പഠിച്ചാൽ ഈ രീതിയിലും പറയാം. പിന്നെ ഇതിൽ എനിക്ക് ക്ലാസ് എടുത്തവരോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് കുട്ടികൾ ചോദിക്കുകയാണ്, ചോദിച്ചാല് നമ്മൾ എന്ത് പറയും എന്നാണ് ഞാൻ ചോദിക്കാൻ പോണത്. അൻ സ്വലാത്തിഹിം. അപ്പോ ഇവിടെ സ്വലാത്തിഹിം എന്നാണ് ഉള്ളത്. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് സ്വലാത്തുഹും കിതാബുഹും എന്നാണ് പഠിച്ചിരിക്കുന്നത്, നമ്മിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോ നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നതാണ് സ്വലാത്തുഹും അവരുടെ നമസ്കാരം, സ്വലാത്തുഹു അവന്റെ നമസ്കാരം, സ്വലാത്തുഹും അവരുടെ നമസ്കാരം, സ്വലാത്തുക്ക നിന്റെ നമസ്കാരം, സ്വലാത്തുക്കും നിങ്ങളുടെ നമസ്കാരം, സ്വലാത്തിയുടെ നമസ്കാരം, സ്വലാത്തുന നിങ്ങളുടെ നമസ്കാരം. അപ്പൊ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവരുടെ നമസ്കാരം. അപ്പൊ എന്തുകൊണ്ട് കെസൽട്ട് പറഞ്ഞു? അത് നമ്മൾ പഠിക്കാനായിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നതാണെന്ന്. അത് നമ്മൾ പിന്നെ പഠിക്കും. അത് എന്തുകൊണ്ടാണ് അവിടെ സ്വലാത്തിഹിം എന്ന്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്വലാത്തുഹും എന്ന് വന്നാലും സ്വലാത്തിഹിം എന്ന് വന്നാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ സ്വലാത്ത് എന്ന വാക്കിന്റെ അവസാനം പ്രത്യേകം വന്നാലും ഗസ് വന്നാലും സ്വലാത്തുഹും എന്ന് തന്നെയാണ് എന്റെ അർത്ഥം. അവരുടെ നമസ്കാരം എന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കില്ല. അതൊക്കെ നമ്മൾ സീനിയർ ക്ലാസ്സിൽ പഠിക്കും, അത്രേ ഉള്ളൂ. വയലിലെ മുസല്ലീൻ എന്ന് പറഞ്ഞു കേട്ടോ. പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. പാഠപുസ്തകത്തിൽ ഇതിലില്ലാത്ത പാഠപുസ്തകത്തിലുള്ള എന്തോ സംഭവം ഖദീജ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നേരത്തെ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ കർത്താവ്, കർമ്മം, ക്രിയാധാതു എന്ന ടെർമിനോളജി അല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്താ ഉപയോഗിക്കുന്നത്? കർത്തൃനാമം, കർമ്മനാമം, ക്രിയാധാതു എന്നാണ്. എന്താന്ന് ചോദിച്ചാല് പിന്നീട് കർത്താവ് സെന്റൻസിന്റെ കർത്താവും കർമ്മവും പഠിക്കും. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതൊക്കെ നമ്മൾ മാറ്റി. ഞാനിപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ വർക്കിലായതുകൊണ്ട് പവർ പോയിന്റ് നിന്നിപ്പം അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് കർത്തൃനാമം, കർമ്മനാമം, ക്രിയാധാതു. കർത്തൃനാമം എന്ന് പറയുന്നത് അറബി പഠിക്കുന്നവർ എന്താ കർത്തൃനാമത്തിന് അറബിയിൽ പറയുന്നത്? ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇൽ. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് എന്ത്? കർത്തൃനാമം. നമ്മളെ അറബി ടെർമിനോളജി പഠിപ്പിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അരോചകം ഉണ്ടാകേണ്ടായി. ഒരു കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഈ അരോചകം, അറബിയോടുള്ള അരോചകത്വമൊക്കെ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ പഠിപ്പിക്കാം. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അങ്ങനെയുള്ള കുറെ പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻസ്, അങ്ങനെ 10 സംഭവങ്ങൾ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അറബി കേട്ട് ആകെ ഗുലുമാലായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ പദങ്ങളൊന്നും പഠിപ്പിക്കാത്തത്. അപ്പൊ അത് അതേപോലെ പുതിയ ക്ലാസ്സുകളിലെ നോക്കേണ്ടത് വെനസ്ഡേ ക്ലാസ് ഉണ്ട്. വെനസ്ഡേ ക്ലാസിന്റെ ലിങ്ക് ഉണ്ടാവും. മുമ്പ് റെക്കോർഡ് ചെയ്ത വെനസ്ഡേ ക്ലാസ് ഇപ്പൊ അൽബക്കർ തുടങ്ങിയില്ലേ, ആ ബാച്ചിന്റെ. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ WED എന്നുണ്ടാവും അതിൽ. അല്ലെങ്കിൽ WED എന്നുണ്ടാവും. നമ്മളെ പ്ലേലിസ്റ്റ് എടുക്കൂലേ, പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ WED എന്നുണ്ടാവും. അപ്പോൾ വെനസ്ഡേ ഉണ്ടായിരുന്ന ക്ലാസ് ആണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ഉണ്ട്. ഒന്നാമത്തെ ക്ലാസ് മുതൽ അവസാനം വരെ ഉണ്ട്. അപ്പൊ അതില് ഗ്രാമറും കുറെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവും. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം കൂടെ ഉണ്ട്. മുസല്ലീന്റെ ഏകവചനം എന്താണ്? അവസാനത്തെ അക്ഷരം എന്താ? യായാണോ? മുസല്ലിൻ എന്നാണ് കേട്ടോ, യാ അല്ല.
അവസാനം ലാമാണ്. ഉസ്താദിന്റെ വീഡിയോ ക്ലാസ്സിൽ പക്ഷേ മുസല്ലീന്ന് ഒരു ഡിസ്പ്ലേയിൽ ഇത് കാണിക്കുന്നുണ്ട് ഏകവചന രൂപം യാട്ടിട്ട്. അതൊക്കെ അന്ന് മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. മുസല്ലിൻ എന്നാണ് കേട്ടോ. അത് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാല് അൽ വരുമ്പോൾ അൽ മുസല്ലി എന്ന് വരും. അത് വരുമ്പോൾ എന്ത് വരും? അൽ മുസല്ലി എന്ന് വരും. ഇത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ ടെക്സ്റ്റ് 67ാമത്തെ പേജിൽ കൊടുത്തു. മുസല്ലിൻ എന്നാണ് ഏകവചനം. പിന്നെ അതിന്റെ ബഹുവചനമാണ് മുസല്ലൂൻ, മുസല്ലീൻ എന്നത്. അൽ വരുമ്പോൾ യാ വരും. അത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾ ഇതേപോലെ കെസർ തന്വീനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരു ആകാംക്ഷയോട് മനസ്സിലാക്കിച്ചിരുന്നത്. പിന്നീട് വരുമ്പോൾ അൽ വരുമ്പോൾ അൽ മുസല്ലി, അൽ വന്നുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾ മീൻസ് അവർ ശിശുക്കളുമാകാം, മുതിർന്നവരുമാകാം. അറിവിൽ കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാവൂ. അതേസമയം ഈ വാക്കുകളൊക്കെ ഇതിന്റെ ഏകവചനം മുസല്ലീൻ, മുസ്ലിമൂനുണ്ടല്ലോ, മുസ്ലിമൂൻ, മുസ്ലിമീൻ, അപ്പൊ മുസല്ലീൻ എന്നാണ്. പക്ഷെ അതിന്റെ ഏകവചനം വരുമ്പോൾ മുസല്ലീൻ എന്നാണ് വരിക. സാഹിൻ എന്നാണ് വരിക. സാഹുവിന്റെ സാഹിൻ എന്നാണ് വരിക. യത്തീമുൻ, യത്താമ എന്ന് പറയുന്നത്. യത്താമ എന്നുള്ള ഐറ്റാം വരും. പിന്നെ മിസ്കിനും വരുമ്പോൾ മസാക്കീനു. അപ്പൊ ഇതിൽ നമ്മൾ അവസാനം ഫത്തഹ കസ്ർ ഇല്ലാത്തതൊക്കെ നമ്മൾ കൃത്യമായി അവസാനം ഫത്തഹ കസ്ർ കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം മിസ്കിന്റെ ബഹുവചനം എന്താ? മസാക്കീനു. അവിടെ ഒരു തമ്മേ ഉള്ളൂ കേട്ടോ. നമ്മൾ പഠിപ്പിച്ച് ആണ് എന്താകുന്നത്, പ്രാക്ടീസ് ആകുന്നത്. എങ്ങനെ പഠിപ്പിച്ചാലാണ് ഇതെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക അതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് നമ്മൾ സൗദി അറേബ്യയിൽ വെച്ച് പഠിപ്പിച്ചിരുന്നപ്പോഴത്തേക്ക് ഓക്കെ ഫാത്തിഹൻ മഫ്തുഹൻ ഫത്തുഹൻ ഒക്കെ പഠിപ്പിച്ചു. ചില സ്ഥലത്ത് നമ്മൾ വഖഫ് ചെയ്ത് പഠിക്കുന്ന പോലെ അവസാനം സുക്കൂനിട്ട് പഠിപ്പിച്ചു. അപ്പൊ ഇതേപോലെയാണ് മിസ്കീനിക്ക് കസറ കിടക്കുന്നത്, അത് തെറ്റാണ്. മിസ്കീനുൻ, മസാക്കീനു. അപ്പൊ മിസ്കീൻ മസാക്കീൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അവസാനത്തെ അടയാളം താമി അല്ല കേട്ടോ, താമുന്നാണ് ഇവിടെ കിടക്കുന്നത്, താമിയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഒക്കെ മിസ്റ്റേക്കാണ്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴാണ് ചില മിസ്റ്റേക്കുകളൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യും. ഇപ്പൊ എഡിറ്റബിൾ അല്ല ഞാൻ വെച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അയച്ചെന്ന് പോലുള്ള PDF ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? അതേപോലെ ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടതില്ല, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ അതേപോലെ അല്ലദീനഹും യുറാഊൻ പറഞ്ഞപ്പോ ഖദീജ പറഞ്ഞപ്പോ കറക്റ്റായിട്ട് പറഞ്ഞു. അല്ലദീനഹും യുറാഊൻ, അവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. അപ്പൊ നമ്മള് പണ്ട് മുതൽ തന്നെ ട്രാൻസ്ലേഷൻ പഠിച്ചിരിക്കുന്ന അവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഈ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള സംഭവം വാക്ക് എവിടെ കിടക്കുന്നത്? അങ്ങനെ വാക്കില്ല. അറബിയുടെ ശൈലി അനുസരിച്ച് അല്ലദീനഹും യുറാഊൻ എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്നു, അവർ പ്രകടനത്തിന്റെ ആൾക്കാരാണ് എന്ന് മാത്രമേ വാക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ പരിഭാഷ കൊടുത്തിരിക്കുന്നത് അല്ലദീനഹും യുറാഊൻ, അവർ അല്ലദീന ഒരു കൂട്ടരാണ്, ഹും അവർ യുറാഊൻ കാണിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് ഖദീജ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം, അവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ് എന്ന് സാരം. ഓക്കെ. പിന്നെ ഇവിടെ പറയാതെ പോയ സംഗതി എന്താണ്? അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ചിലപ്പം അവരും കേൾക്കുന്നുണ്ടാകും. കുറച്ച് ആൾക്കാർ വരികയും പ്രസന്റ് ഇടുകയും പിന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉപയോഗമൊന്നുമില്ല. ക്ലാസ് എടുക്കുന്നവരും ഈ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കാൻ വേണ്ടിയുള്ള പെർഫെക്ഷൻ ലെവലിലാണ് വരേണ്ടത്. ആവറേജ് ലെവൽ അല്ല വേണ്ടത്, പെർഫെക്ഷൻ ലെവലാണ് വേണ്ടത്. ചിലപ്പോൾ നേരത്തെ ആരാണ്
റഹീമ പറഞ്ഞതുപോലെ ഫാലയൊക്കെ ചിലപ്പോൾ മാറിപ്പോയിരുന്നു. അതെന്താണ് നമ്മൾ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സഭാകമ്പം കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. സഭയുടെ ഞാനത് അപ്പോൾ തന്നെ നോട്ട് ചെയ്തു. ഞാൻ പറയായിരുന്നു ഇടയ്ക്ക് പറയാന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ തെറ്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലി നമ്മൾ ആവറേജിലല്ല വരേണ്ടത്, പെർഫെക്ഷൻ ലെവലാണ് വരേണ്ടത്. കാരണം നമ്മളിത് പബ്ലിക്കിന് അവതരിപ്പിക്കുക. പബ്ലിക്കിന് അവതരിപ്പിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഇത് വേണം, കുറച്ച് നമ്മൾ ഗൗരവം കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഗൗരവം കൊടുക്കണം. നമ്മളിതിന് ഗൗരവം കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അവർ പഠിച്ചത് നമ്മൾ പഠിപ്പിക്കുന്നു, അവർ പഠിച്ചിട്ട് വന്നേ ഉള്ളൂ, ഇപ്പം തീർന്നേ ഉള്ളൂ, നമ്മൾ ഗൗരവം കൊടുക്കുന്നില്ല എന്ന് തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ ഒരു പാഠം അടിക്കാൻ പോകുന്നു, ഒരു പാഠം നമുക്ക് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പാടില്ല. അത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കേട്ട് നോക്ക്, വായിച്ച് വീഡിയോ, ഉസ്താദിന്റെ വീഡിയോ എന്തായാലും കേട്ടണം, കേട്ടിട്ട് അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് അവതരിപ്പിച്ച രണ്ടുപേരും മാഷാ അല്ലാഹ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ചില സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അതെന്താണ് തിരുത്തലെന്നൊന്നും വിചാരിക്കണ്ട. എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ആൾക്കാരാണ് വേണ്ടത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ. അപ്പൊ ഈ ഇന്നിപ്പോ ഖദീജ പറഞ്ഞെടുത്ത് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, മറിച്ച് എന്താണ് അത് നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. ആദ്യം തുടക്കത്തിൽ റബ്ബി ഷ്റഹ് ലി സദ്രി പറഞ്ഞൊക്കെ കറക്റ്റായി, അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞാൽ തെറ്റാണെങ്കിൽ മാത്രമേ അത് കുഴപ്പമാവുള്ളൂ. തെറ്റില്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് VMD മിസ്റ്റേക്ക് വന്നപ്പോൾ കറക്റ്റ് ചെയ്തു. പിന്നെ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് പറഞ്ഞിട്ട് പിന്നെ എന്താ ഖദീജ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഹംദ് പറഞ്ഞില്ല അല്ലെ? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ഇടാത്തവരുടെ പ്രസന്റ് ഗ്രൂപ്പിൽ ഇടാനല്ല ഞാൻ പറഞ്ഞത്. അതായത് ക്ലാസ്സിൽ വന്നിട്ട്, ക്ലാസ്സിൽ ചില ആൾക്കാർ വരും, വന്നിട്ട് കുറച്ച് കഴിയുമ്പം പോകും, അതുകൊണ്ട് ഉപയോഗമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ക്ലാസ്സിൽ വന്നാൽ ഇത് കേൾക്കുക എന്നതാണ്. സാർ, ഞാന് ക്ലാസ്സിൽ വന്ന് പോയിന്ന് ഒരേ സമയത്ത് 2 മീറ്റിംഗ് നടക്കുകയായിരുന്നു. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരുന്നു. അങ്ങനെ പോയതാ. ഓക്കെ, ഞാൻ പൊതുവിൽ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒരാളും ഇതേപോലെ പോയായിരുന്നു. അല്ല, ഒരേ ഷറഫുദ്ദീൻ കുട്ടികൾക്ക് സാഹിബിനെ എക്സാം ഉദ്ദേശിച്ചല്ല പറഞ്ഞു, ഒരാളിനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അതാരാ? മുജീബാണോ ഷറഫുദ്ദീനാണോ? മുജീബ് കുട്ടികൾക്ക് മുജീബ് എക്സാം സാഹിബ്. ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു SLC അവരെ പരീക്ഷയ്ക്കുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പൊ അത് ഞാനായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ തിരിച്ചു വന്നെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. ഇപ്പൊ ഞാൻ ഇനി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഇപ്പൊ പോകും ഒന്നും കൂടി. ഓക്കെ, അതായത് നമ്മൾ എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചാല്, എന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സംഭവം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് അത് ഒന്നായിട്ട് നിങ്ങൾക്ക് ചോർത്തിൽ വെച്ച് പറയല്ല ചെയ്യുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്റെ മനസ്സിൽ വരികയാണ്. അള്ളാഹു ആ സമയത്ത് കൊണ്ട് തരികയാണ് എനിക്ക്. ഇന്ന് നിങ്ങളോട് പറയണമെന്ന് ഞാൻ നേരത്തെ നോട്ട് എഴുതി വെച്ചിട്ടായിരുന്നു, ഒന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ പല സ്ഥലങ്ങളിലും കൊത്തുവേഗം അങ്ങനെ നടത്തിയിട്ട് പരാജയപ്പെട്ടതാണ്. അവസാനം അതുപോലെ നിങ്ങൾ പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചാൽ, ഞാൻ ചെറുപ്പകാലത്ത് അതെല്ലാം പരിചയപ്പെട്ടിട്ട് പറഞ്ഞു. അവസാനം ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് ഞാൻ പഠിക്കും, ഒരാഴ്ച കംപ്ലീറ്റ് നന്നായിട്ട് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ എന്ത് പറയണം ഒന്നും ഡയറിയിൽ എഴുതും, പക്ഷെ ഡയറി നോക്കിയൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി ഡയറിയൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിലും ബാക്കി ഞാൻ മനസ്സിന്ന് പറയുന്നതാണ് ഒത്തുമ കറക്റ്റ് ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരാൻ രീതി അല്ല ഉപയോഗിക്കുന്നത്. അപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് എനിക്കറിയില്ല, വല്ലതും കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ ഇടയ്ക്കിടയിൽ ചില സംഗതികൾ പറഞ്ഞു തരാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വന്നിട്ട്, ഞാൻ ആദ്യത്തെ ട്രെയിനിങ്ങിൽ വേറെ കുറെ രീതിയിലാണ് എടുത്തത്. അന്ന് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ടീച്ചർ എങ്ങനെ ആകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് അങ്ങനെ സംഭവമാണ്. അങ്ങനെയല്ല ചെയ്യുന്നത്. ആ മനസ്സിൽ വരുന്ന ഒരു സംഭവം ഉണ്ട്. ആ മനസ്സിൽ വരുന്ന സംഭവം ഇത് നിങ്ങളോട് ഇപ്പൊ പറയണമെന്ന് അല്ല നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷനാണ്. കാരണം നമ്മൾ മുൻകൂട്ടി തയ്യാറാകുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ മനസ്സിൽ എന്താ തോന്നിച്ചേരുന്നതെന്ന് പറഞ്ഞാൽ അത് ഇത് നിങ്ങളോട് ഇപ്പൊ പറയണം എന്നുള്ള വരുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടൂല. രണ്ടാമത്
ഇത്രയും വീഡിയോ ഇതേ രീതിയിൽ കേട്ടോണ്ടിരിക്കാനും പറ്റും. അത് പ്രാക്ടിക്കബിളും അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുജീബ് സാഹിബിനെ പോലുള്ള എക്സ്പെർട്ടുകൾക്ക് as you like. നിങ്ങൾ എങ്ങനെയാണ് ആ രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാം. അപ്പൊ അടുത്ത അവതാരകന്മാരെ കിട്ടണം നമുക്ക്. അപ്പൊ ഇപ്പോഴത്തെ അവതരണം നിങ്ങൾ മൊത്തത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവർ തന്നെയും ഫസ്റ്റിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതില് റഹീമ ടീച്ചറിനെ പ്രത്യേകം പ്രശംസിക്കുന്നു. കാരണം ഫിക്സഡ് ടൈമിലുള്ള 20 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതൊരു ഘടകമാണ്. കാരണം 3 പേരെ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ടാർഗറ്റ്. 3, 2, 6 അങ്ങനെ 1 മണിക്കൂറിൽ തീരും. അരമണിക്കൂർ ശരിയണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് കണക്കാക്കിയത്. അങ്ങനെയാണ് നമ്മൾ 9:08 തുടങ്ങിയിട്ട് 10 മണിയിലേക്ക് എന്ന് വെച്ചിരുന്നത്. അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ ചിലരൊക്കെ കട്ട് ചെയ്തിട്ട് വന്നിട്ടും നമുക്ക് 3 പേർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നാലും അങ്ങനെ പെർഫെക്ഷൻ ലെവലിലേക്ക് വരത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇനി വേണ്ടത്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് വിട്ടുപോയ ചില കാര്യങ്ങൾ, ഇപ്പൊ ഖിറാഅത്തിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഖിറാഅത്ത് മൊത്തം പെർഫെക്റ്റ് ആകുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറയും. അപ്പൊ എന്തായി, ആ കാര്യം കൂടെ ശരിയാകുമ്പോഴത്തേക്ക് മികച്ച ആളാവും. അപ്പൊ നമ്മൾ ആവറേജ് ആകുമ്പോഴത്തേക്ക് ആവറേജിന്റെ മുകളിൽ മാത്രമേ എനിക്ക് ട്രെയിനിങ് തരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അടുത്ത ആള് വേഗം പറയും. എത്രയായി? 10ആയി. ഇനി 3 ക്ലാസ്സും കൂടെ ഉള്ളു. അൻഷില മാമിനോട് ഞാൻ പറയാം. അവർ കാണുന്നില്ല അവിടെ ക്ലാസ്. അൻഷില എന്ത് പറ്റിയെന്ന്? അൻഷില ഉണ്ട്, നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പുറത്തായിരുന്നു, ജോയിൻ വീട്ടിലെത്താൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അറ്റൻഡൻസ് എടുത്തപ്പോ അൻഷില കിട്ടിയില്ല. എത്തിയില്ല. ഞാൻ അറ്റൻഡൻസ് എടുക്കുന്ന ടൈം ഉണ്ടാവും, ആ സമയത്ത് കിട്ടിയില്ല. ആ സമയത്ത് പറഞ്ഞ പോലെ മുജീബിനെയും കിട്ടിയില്ല, അതേപോലെ ഷറഫുദ്ദീനെയും കിട്ടിയില്ല. പിന്നെ വേറെ ആരാണ് പോയത്? ഈ പോയതൊന്നും ഞാൻ അറ്റൻഡൻസ് എടുത്തോളം കിട്ടിയില്ല. പക്ഷെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലില്ല എന്ന് പറഞ്ഞ മെസ്സേജ്. ഓക്കെ, അൻഷില എന്തായാലും എടുക്കാൻ പറയണം, കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരാണ്? ഞാനെടുക്കാം. മന്നാൻസി. ഷൈനി. 11ാമത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി 12, 13 2 ക്ലാസ് ഉള്ളത് തോന്നുന്നു അല്ലേ? ഇപ്പൊ 11 എടുത്തത് അല്ലേ? 11 എടുത്തത്. ഇത് 11. അപ്പൊ ഇനി 12, 13 ഉള്ളു. ഞാനെടുക്കാം. ഷൈനി VP. ഷൈനി VP പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഷെയറിങ് കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലം ഉണ്ടായിരുന്നോ? എനിക്കിപ്പോ അതാണ് പ്രശ്നം, അതാ ഞാൻ വരാത്തത്. അപ്പൊ ഷൈനി ഈ റഹീമ ടീച്ചറിനെ ബന്ധപ്പെട്ടാൽ മതി. റഹീമയുടെ നമ്പർ റഹീമയുടെ നമ്പർ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. റഹീമ ടീച്ചർ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് വിളിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ. ഒന്നുള്ള ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്. അതേപോലെ ഖദീജയും. ഞാൻ ഫോൺ ഉപയോഗിക്കാത്തത് എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഓരോരുത്തരും ഓരോന്നിലാണ് സംഭവം. ചിലപ്പോ ഇതിന് ഫോണിൽ എനിക്ക് രണ്ട് ഡിവൈസ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് 2 ഡിവൈസ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നുണ്ട്, മറ്റു ചെയ്ത് നോക്കാൻ ഇതാണ്. എനിക്ക് ഫോണാണ് ഭയങ്കര പ്രശ്നം, അതാണ് ഞാൻ ഇങ്ങനെ മടിച്ചിക്കണത്. കുഴപ്പമില്ല, ഫോണിൽ എല്ലാവർക്കും പറ്റും. എല്ലാവരും ചെയ്യുന്ന എല്ലാം ഫോണിലാണ്. ഇപ്പൊ ചെയ്യുന്നവരെല്ലാം ചെയ്തത് ഫോണിലാണ്, എല്ലാവരും ചെയ്ത ഫോണാണ്. അപ്പോ ഖദീജയുടേത് എന്താ പറയാ, മൈക്ക് വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. അല്ല, മൈക്കല്ല, ക്യാമറ. അപ്പൊ ക്യാമറയുടെയും എന്താ പറയാ, ക്യാമറയുടെ ഇടയിൽ വേറെ എന്തോ സംഭവം കാണുന്നുണ്ട്, തയ്യൽ മെഷീനോ അതുപോലെ സംഭവം. അതുകൊണ്ടാണ് പിന്നെ അത് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ആ സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോ ഷൈനിയായി, അൻഷിലയായി. ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്ലാസ് എടുക്കും. നമ്മൾ വേറെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. കാരണം അള്ളാഹ് നമുക്കൊരു ഹിക്മത്ത് തന്നിട്ടുണ്ട്. ഈ സംഭവം എന്ത് ചെയ്യണം, ഈ എബിലോക്കും മയ്യക്കും മഹ്സിൻ അമല, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് നോക്കുക എന്നുള്ളതാണ് അള്ളാഹ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യണം. ഇത് നമുക്ക് വേണ്ടിയല്ലല്ലോ. ഇപ്പൊ നമ്മള്
എന്താ പറയാ, സമ്പാദിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഈ ലോകത്ത് ഭൗതികമായ സമ്പാദ്യത്തിന് വേണ്ടിയല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹ് നമുക്ക് ഒരു വഴി കാണിച്ചു തരും. ഇത്രേ ഉള്ളൂ. അപ്പോ ഇന്ന് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേർന്ന് സാലിഹ്യങ്ങളായി സ്വീകരിക്കട്ടെ. നമ്മുടെ ആമീൻ. ആഗ്രഹങ്ങൾ ഖുർആൻ നന്നായി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹം നന്നായി അത് നന്നായി ചെയ്യാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. اللهم اجعلني ماهرين بالقرآن اللهم اجعلني ماهرا أو ماهرة بالقرآن اللهم اللهم اجعلني اجعلني ماهرة മാഹിറത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് പറയുന്നതെങ്കിൽ اللهم اجعلني ماهرة بالقرآن. മാഹിറة ആ മാഹിറ എന്ന് കേട്ടിട്ടില്ലേ? മാഹിറ എന്ന് പറഞ്ഞാൽ എന്താ? വിദഗ്ധ. അവല്ലതി എന്ത്? യഖ്റഉൽ ഖുർആന. മാഹിറ എന്ന് പറഞ്ഞാൽ വിദഗ്ധ. വിദഗ്ധ അല്ലേ? اللهم اجعلني ماهرة بالقرآن. അല്ലെങ്കിൽ ഒരു സ്പെഷ്യലാണ് പറയുന്നെങ്കിൽ اللهم اجعلني ماهرا بالقرآن. ഖുർആനിൽ എന്നെ വിദഗ്ധനാക്കണമേ, എന്നെ വിദഗ്ധയാക്കണമേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ മാഹിറായിക്കൊണ്ട്, വിദഗ്ധനായിക്കൊണ്ട്, വിദഗ്ധയായിക്കൊണ്ട് ഖുർആൻ വായിക്കുന്നയാൾ മലക്കുകളോടൊപ്പമായിരിക്കും. ആദരണീയരും ആദരണീയരും പുണ്യവാന്മാരുമായ മലക്കുകളോടൊപ്പമായിരിക്കും എന്നാണ് പറഞ്ഞത്. ആദരണീയരും പുണ്യവാന്മാരുമായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ സൂറത്ത് അബസിൽ പറഞ്ഞിരിക്കുന്നത് മഅസ് സഫറത്തുൽ കിറാമിൽ ബററ. അപ്പൊ ഈ ഖുർആൻ മഅസ് സഫറത്തുൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞു. ഇത് ആദരണീയരും പുണ്യവാന്മാരുമായ മലക്കുകളുടെ കൈകളിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ അക്കൂട്ടത്തിലായിരിക്കും, അവരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തുൽ കിറാമിൽ ബററ. സഫറത്തുൽ കിറാമിൽ ബററ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അബസിൽ പറഞ്ഞ ആ കൂട്ടരുടെ ഒപ്പമായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവര് വിദഗ്ധത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യും. അങ്ങനെ അക്കൂട്ടത്തിൽ പെടുത്താൻ നമ്മൾ അള്ളാഹുവോട് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ജഅൽനാ മാഹിരീന ബിൽ ഖുർആൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله. വലൈക്കും സലാം. എൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞോ?